പരിവാദിനികളീലയ കലാകുതൂഹല സാത്വികീ ഗുണവിലാസ ചിത്രിത യാത്മന പരമ പാവനീ കല സാ ശിവാനി വിദധാതു ശാരദ ശാരദേന്ദു കിരണോജ്വലാകൃതി. വേദാന്ത സൂത്രം എന്ന ഗുരുവിൻ്റെ സൂത്രകൃതിയുടെ പഠനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ ഗുരുഭ്യോ നമഃ. വേദാന്ത സൂത്രം എന്ന ഗുരുവിൻ്റെ കൃതിയുടെ പഠനമാണ്, വിചാരമാണ്, ചിന്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ സൂത്രത്തിൻ്റെ ഒരു വാക്കു മാത്രമാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ വിചാരം ചെയ്തത്. അധ എന്ന വാക്കിൻ്റെ അധ എന്ന വാക്കിന് മംഗളസൂചകാർത്ഥം നിരവധിയായ കാര്യങ്ങൾ നമ്മൾ അധ എന്ന വാക്കിനെ കുറിച്ച് വിശദീകരിച്ചു. സാധനാ ചതുഷ്ടയ സമ്പത്തി അനന്തരം എന്ന ആശയത്തിലേക്ക് നമ്മൾ എത്തി. കാരണം അത് ബ്രഹ്മവിദ്യാ പഞ്ചകത്തിലൂടെ ഗുരു തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ്. അതിലെ സാധനാ ചതുഷ്ടയങ്ങൾ എന്താണെന്ന് നമ്മൾ വിശദമാക്കി. അതിൽ മുമുക്ഷുത്വം വരെ പറഞ്ഞു. മുമുക്ഷുത്വം മന്ദമെന്നും മധ്യമമെന്നും പ്രവൃദ്ധമെന്നും 3 തരത്തിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വേദാന്ത സൂത്രം പഠിക്കണമെങ്കിൽ ബേസിക്കായിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളുണ്ട് എന്നെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഗുരുവിൻ്റെ കൃതികളിലൂടെ ഉള്ള ഒരു പരിചയവും ഒക്കെ നമുക്ക് അത്യാവശ്യം വേണം. ഇല്ലാത്തവർ വളരെ ശ്രദ്ധയോടുകൂടി കൂടുതൽ ആഴത്തിൽ ഇത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. ഒരു മന്ദാധികാരിയെങ്കിലും ആകുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ സാധനാചതുഷ്ടയ സമ്പത്തി ഒന്നിന് ശേഷം മറ്റൊന്നായിട്ട് ഇങ്ങനെ വരുന്നതാണ്. അതായത് നിത്യാനിത്യ വിവേകം വന്നാൽ ഫസ്റ്റ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താന്ന് വെച്ചാൽ നിത്യവസ്തു വേദ അനിത്യവസ്തു വേദം എന്ന നല്ല ഗ്രാഹ്യം വേണം. ഭൗതിക വസ്തുക്കളെ താലോലിച്ചുകൊണ്ട് എനിക്ക് ഇനിയും അതിലേക്ക് അഭിരമിക്കണമെന്ന മനസ്സോടുകൂടി നമ്മൾ ഇതിലേക്ക് വന്ന് നമുക്ക് ബോറടിക്കും. ഞാൻ താലോലിച്ച് വെച്ചിരിക്കുന്നതെല്ലാം ഏതു നിമിഷവും എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകാവുന്നതാണെന്നും ഇതിനെയൊക്കെ താങ്ങി നിർത്തിയിരിക്കുന്ന ഒരു ചൈതന്യമുണ്ടെന്നും നല്ല ഒരു ജ്ഞാനം ഉണ്ടാവണം. അതാണ് നിത്യാനിത്യ വിവേകം എന്ന് പറഞ്ഞാൽ. അങ്ങനെ വന്നാൽ നമുക്ക് അനിത്യമായ നമ്മൾ താലോലിച്ചു കൊണ്ടിരിക്കുന്ന ഭൗതിക സുഖഭോഗങ്ങളോട് ചെറിയൊരു വിരക്തി നമുക്ക് വരും. ഇതൊന്നും നമ്മളോടൊപ്പം ഉണ്ടാവില്ല എന്നൊരു തോന്നൽ നമുക്ക് വരും. അങ്ങനെ ആ ഒരു വൈരാഗ്യം ഉണ്ടാകും, ഒരു വിരക്തത ഉണ്ടാകുമ്പോൾ നമുക്ക് ഇന്ദ്രിയ നിഗ്രഹം വരും. ഇന്ദ്രിയങ്ങൾ പാഞ്ഞു നടക്കില്ല. മനോനിഗ്രഹം വരും. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമുക്ക് ശാന്തി കൈവരും. ഒന്നുമില്ലെങ്കിലും പഴയ പോലെ ഒന്നും ചെറിയൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ വിഷമിക്കില്ല. കിട്ടാത്തതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കില്ല. ഇനി എന്ത് നേടണം എന്നതിനെ കുറിച്ച് നമ്മൾ ആവലാതിപ്പെടില്ല. അങ്ങനെയെങ്കിലും നമ്മുടെ മനസ്സിനൊന്ന് അടക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഇന്ദ്രിയ നിഗ്രഹം, മനസ്സ് നിഗ്രഹം, ശാന്തി ഇവയൊക്കെ വരും. അപ്പോൾ നമുക്ക് അങ്ങനെ വരുമ്പോഴാണ് ഗുരുക്കന്മാരുടെ വാക്കുകളിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവുന്നത്. ഗുരുപദിഷ്ട വേദാന്ത വാക്യങ്ങളിൽ ശ്രദ്ധയും വിശ്വാസവും ഉണ്ടാവും. ഇത്രയും ആയാലാണ് നമ്മൾ മുമുക്ഷു ആയി മാറുന്നത്. അപ്പോൾ ഇതെല്ലാം ഉള്ളവർക്ക് മാത്രമാണ് ഈ ഒരു വേദാന്ത ക്ലാസ് വരെ, വേദാന്ത സൂത്രത്തിന്റെ ക്ലാസ് വരെ എത്താനാവുള്ളൂ. അല്ലെങ്കിൽ ഇത് കേൾക്കാനോ ചെവിയിലേക്ക് കേൾക്കാനോ ഉള്ളൊന്നും യോഗം ഉണ്ടാവില്ല. ഒരു പക്ഷെ ചിലപ്പോൾ ഗുരുവിന്റെ കൃതികളിൽ മുൻപ് പഠിച്ച് പരിചയമില്ലാത്തവരാണെങ്കിലും ഈ ഒരു ക്ലാസ്സിലേക്ക് വരാനൊരു നിയോഗം വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തോ ജന്മാന്തരത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സുഹൃതാണ്. ഇത് പറയാനും ഇത് കേൾക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ വാക്കിന് അതിനെക്കുറിച്ച് ഇനി വിശദീകരിക്കുന്നില്ല, അത് കഴിഞ്ഞു. രണ്ടാമത്തെ വാക്കാണ് യത്ത്. അപ്പൊ ആ സൂത്രം എഴുതി വലിയ അക്ഷരത്തിൽ എഴുതി നമ്മുടെ സ്റ്റഡി ടേബിളിന്റെ പുറത്ത് വയ്ക്കുക. എല്ലാ ദിവസവും പഠനത്തിന് വരുമ്പോൾ നമ്മൾ അതാണ് നമ്മുടെ ടെക്സ്റ്റ്, അതാണ് നമ്മൾ വിശദീകരിക്കുന്നത്. ഓരോ അക്ഷരവും ഓരോ മന്ത്രമാണ്. ആ മന്ത്രം ചേർന്നൊരു വാക്കാകുമ്പോൾ അത് അനേകം വേദങ്ങളുടെ പൊരുളാണ് ആ 2 അക്ഷരത്തിൽ ഗുരു ഒതുക്കി വെച്ചിരിക്കുന്നത്.
അപ്പൊ ഇവിടെ യത് എന്ന് പറഞ്ഞാൽ യാതൊരു കാരണത്താലാണോ, യാതൊരു കാരണം മീൻസ് ആത്മാവിനെ അറിയാൻ ലക്ഷ്യം വെക്കുന്നത് യാതൊരു കാരണത്താലോ ആണോ എന്ന് പറഞ്ഞാൽ മോക്ഷം ലക്ഷ്യമാക്കി തന്നെയാണ്. യാതൊരു മോക്ഷം എന്ന ആ ലക്ഷ്യത്തെ അർത്ഥമാക്കിയാണോ ആത്മാവിനെ അറിയാൻ ഒരുവൻ ജിജ്ഞാസപ്പെടുന്നത്. അതാണ് യത്ത് എന്ന വാക്കിന് യാതൊരു കാരണത്താലോ എന്ന് മാത്രമാണ് അർത്ഥമുള്ളത്. അടുത്തത് ആത്മനഹ ജിജ്ഞാസുഹു. ആത്മനഹ എന്നുള്ളത്, ആത്മനഹ എന്നുള്ള പദം ഷഷ്ടി വിഭക്തിയിലാണ്. ഇവിടെ ആത്മാവിന്റെ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ നമുക്കിവിടെ ഇതിന്റെ സാഹചര്യങ്ങളോട് ചേർത്ത് പറയുമ്പോൾ ആത്മാവിനെ കുറിച്ച് എന്ന് പറയാം. ആത്മാവിനെ കുറിച്ച് ജിജ്ഞാസുഹു. ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ അറിയാനുള്ള ആഗ്രഹമാണ്. പിപാസ എന്ന് പറഞ്ഞാൽ കുടിക്കാനുള്ള ആഗ്രഹമാണ്. ജിഹാസ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാനുള്ള, ഉപേക്ഷിക്കാനുള്ള ആഗ്രഹമാണ്. അപ്പൊ അതുപോലൊരു പദമാണ് ജിജ്ഞാസ. ജ്ഞാതും ഇച്ഛ ജിജ്ഞാസ. അങ്ങനെ ജിജ്ഞാസയുള്ളവന്റെ എന്ന അർത്ഥത്തിൽ ഷഷ്ടി വിഭക്തി തന്നെയാണ് അവിടെയും പ്രയോഗിച്ചിരിക്കുന്നത്. ജിജ്ഞാസുഹു. ആത്മാവിനെ അറിയുവാൻ ആഗ്രഹമുള്ളവൻ ആരോ അവന്. അപ്പോ ആത്മനഹ ജിജ്ഞാസുഹു. ഇവിടെ പറയുന്നത് യാതൊരു മോക്ഷത്തിന് വേണ്ടിയാണോ ആത്മാവിനെ അറിയുവാൻ ലക്ഷ്യം വെക്കുന്നത്, അതാണ് അർത്ഥം. ആത്മനഹ ജിജ്ഞാസുഹു. ആത്മാവിനെ അറിയാനുള്ള ആഗ്രഹം ആർക്കാണോ ഉള്ളത് അവന് എന്നർത്ഥം. അതായത് എന്തിനാ ഇത് പഠിക്കണേന്ന് ചോദിച്ചാല്, മനുഷ്യനായി ജന്മമെടുത്ത നമുക്ക് നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം സ്വത്വത്തെ അറിയുക എന്നുള്ളതാണ്. എത്രയോ ശാസ്ത്രങ്ങള് നമ്മൾ പഠിക്കുന്നു, പക്ഷെ അതിൻ്റെ കൂടെ എപ്പോഴെങ്കിലും നമ്മൾ ആത്മീയ പഠനം ആ സിലബസിൽ ഉൾപ്പെടുന്ന ഒന്നാണെന്ന് നമ്മുടെ മനസ്സിൽ കൂടി പോലും കടന്നുപോയിട്ടില്ല. പക്ഷെ ഓരോ വ്യക്തിയും, ഈ മനുഷ്യനായി ജന്മമെടുത്ത് വന്ന ഓരോ വ്യക്തിക്കും അവനവനെ കുറിച്ച് അറിയണം എന്നുള്ള ഒരു ആകാംക്ഷ, ജിജ്ഞാസ ഉണ്ടാകേണ്ടതാണ്. കാരണം അതുകൊണ്ട് അവന്റെ ജന്മം വിശേഷ ബുദ്ധിയുള്ള മനുഷ്യ ജന്മമാണ്. മനനം ചെയ്യാൻ കഴിവുള്ള മനുഷ്യജന്മമായി ജന്മമെടുത്തവന് ആത്മജിജ്ഞാസ ഉണ്ടാവണം. അതായത് അപ്പൊ പറഞ്ഞു, തന്നിൽ പൊരുളായിരിക്കുന്ന സത്യത്തെ അറിയുവാനുള്ള ജിജ്ഞാസയാണ് ആത്മജിജ്ഞാസ. അപ്പൊ എന്താ ആത്മജിജ്ഞാസ എന്ന് ചോദിച്ചാൽ, ആത്മനഹ ജിജ്ഞാസ എന്ന് പറഞ്ഞില്ലേ, എന്താന്ന് ചോദിച്ചാൽ തന്നിൽ തന്നെ പൊരുളായിരിക്കുന്ന സത്യം തന്നെ ഇങ്ങനെ പറയിപ്പിക്കുന്ന, തന്നെ കാഴ്ച കാണിപ്പിക്കുന്ന, ശബ്ദം കേൾപ്പിക്കുന്ന, നാവിൽ നിന്ന് ഉച്ചരിക്കാൻ ഒപ്പിക്കുന്ന, അല്ലെ, തൊക്കുകൊണ്ട് സ്പർശിക്കാൻ സാധിക്കുന്ന, മനസ്സുകൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒക്കെയുള്ള ആ പൊരുളിനെ അറിയാനുള്ള ജിജ്ഞാസയാണ് ആത്മജിജ്ഞാസ. അതൊരു പോയിന്റാണ്, അല്ലെ. അപ്പൊ നമ്മളൊക്കെ വിചാരിക്കും നമുക്കൊന്നും ആത്മാവിനെ അറിയാനുള്ള യോഗ്യതയില്ല, അല്ലെ, എന്ന് കരുതുന്നവരാണ് നമ്മളൊക്കെ. കാരണം ഏതോ മുനിമാർക്ക് വനാന്തരങ്ങളിൽ തപസ് ചെയ്ത് നേടാനുള്ള ഒരു എന്തോ ഒന്നാണ് ഈ ആത്മജ്ഞാനമൊന്നും ആത്മബോധം എന്നൊക്കെ കരുതുന്നവരാണ് നാം. പക്ഷേ ഇത് നമുക്കും കൂടി ഇതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഗുരുക്കന്മാരിത് നമുക്ക് ഉപദേശിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. അതായത് ഉപരതി നന്നായി ശീലിക്കേണ്ടതുണ്ട് നാം. പുറത്തുള്ള വസ്തുക്കളിലേക്കുള്ള നമ്മുടെ കറക്കവും ഓട്ടവും, ഒന്നിൽ നിന്ന് ഒന്നിലേക്കുള്ള നമ്മുടെ ആ ഓട്ടം ഉണ്ടല്ലോ, ആ ഉപരതി ശീലിച്ചിട്ട് സ്വധർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ, ഒരു കാട്ടിലും പോയിരിക്കേണ്ട, ഒരു ആശ്രമത്തിലും പോയിരിക്കേണ്ട, ഒരു ക്ഷേത്രത്തിലും പോയി നമ്മൾ ഇരിക്കേണ്ട. നമ്മൾ എവിടെ ഇരിക്കുന്നോ, ഏത് കർമ്മത്തിൽ, ഏത് പ്രാരബ്ധത്തിൽ ഇപ്പൊ ഇരിക്കുന്നോ, അവിടെ തന്നെ ഇരുന്നു കൊണ്ട് സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് നമുക്കും ആത്മജിജ്ഞാസുക്കളാകാം. അതാണ് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ജനക മഹാരാജാവൊക്കെ നല്ല ജ്ഞാനിയാണ്, ഋഷിത്വമാണ് ഉള്ളത്. പക്ഷെ വളരെ സംഘർഷഭരിതമായ യുദ്ധാവസ്ഥയിലൊക്കെ ഇരിക്കുമ്പോഴും ഒക്കെ ആ മനസ്സിനെ ഇങ്ങനെ സത്യത്തിൽ ഇങ്ങനെ അടക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇരിപ്പുണ്ട്. അതുപോലെ ഏത് കലഹായമാനമായ ജീവിതത്തിലും, ഏത് ജീവിതത്തിലുള്ള ദുഃഖമുള്ളവരാണെങ്കിലും ഒക്കെ നമ്മൾ അറിയേണ്ട സത്യത്തെ എപ്പോഴും നമ്മൾ മനനം ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളിൽ വളരെയധികം മാറ്റം ഉണ്ടാവും. അതുകൊണ്ടാണ് ഉപരതി ശീലിക്കണം എന്ന് പറഞ്ഞത്. സ്വധർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ നമുക്കും ആത്മജിജ്ഞാസുക്കൾ ആകാം. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, സുഖസാധ്യമിതെന്ന് സുഖാദികളും പകരുന്നു പരമ്പരയായി പലതും എന്ന് ഗുരു പറഞ്ഞു തന്നു. അതാണ്, ഇത് സുഖസാധ്യമാണ്.
എളുപ്പം നമുക്ക് ഈ നമ്മളിലെ ആനന്ദത്തെ അറിയാൻ സാധിക്കും. കാരണം അതെ, ഇപ്പൊ ഒരു സ്വർണ്ണ കൂമ്പാരത്തിലേക്ക് ഒരു കൊട്ട മണ്ണ് അല്ലെങ്കിൽ 10 കൊട്ട മണ്ണ് വന്ന് വീണാൽ ആ സ്വർണത്തെ അറിയാൻ പറ്റില്ല. അതുപോലെ ആ വെളിച്ചത്തിലേക്ക്, ആത്മീയമായ ആ ചൈതന്യത്തിലേക്ക് കുറേ മണ്ണ് വന്ന് വീണിട്ടുണ്ട്. ജന്മാന്തരങ്ങളായി കൊണ്ടിട്ട മണ്ണ അത്, വാസനകളാകുന്ന മണ്ണ് അല്ലെ. ഇങ്ങനെ ഇന്ദ്രിയങ്ങൾ ഓടി നടന്നതിന്റെ ഫലമായി കൂട്ടി വെച്ചിരിക്കുന്ന മണ്ണ് കൂടി ഇരിക്കുന്നതുകൊണ്ട് ആ ചൈതന്യത്തെ തെളിവാർന്ന് നമുക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇന്ന ആളാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ബേസിക് ദുഃഖമാണ്, ജനിച്ചപ്പം മുതൽ തുടങ്ങിയ ദുഃഖമാണ്, ആ ദുഃഖം എന്ന് പറഞ്ഞാൽ ഞാനാണ് എന്ന് പറഞ്ഞ് നമ്മൾ നടക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ വാസനകൾ നമ്മുടെ സ്വരൂപത്തെ മൂടിയിരിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ആ സ്വരൂപത്തെ തെളിയിക്കാനാണ് നമ്മളിങ്ങനെ ജ്ഞാനവചസ്സുകൾ കൊണ്ട് ഈ സത്യത്തെ നമ്മൾ അറിയുന്നത്. അപ്പോഴാണ് പതുക്കെ നമുക്ക് തെളിവാർന്ന് വരാനായിട്ട് സാധിക്കുന്നത്. കാരണം ഗുരു നമ്മളോട് തന്നെ പറഞ്ഞു തന്നിട്ടുള്ളതാണ് സുഖസാധ്യമിതെന്ന്. എല്ലാവർക്കും ഉപരതി ശീലിച്ചാല്, പുറത്തേക്കുള്ള ഓട്ടം പാച്ചില് കുറച്ച് ശീലിച്ചാല് നമുക്കിത് പരിശീലിക്കാൻ പറ്റും. കാരണം നമ്മൾ ഇപ്പോൾ നമ്മളുടെ കണ്ണ് എപ്പോഴും നല്ല കാഴ്ചകൾ കാണാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. പക്ഷെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും കാഴ്ച കാണിച്ച് ഈ കണ്ണിനെ കൊതി തീർത്തുകൊണ്ട് ഇതിനെ ഉപരമിപ്പിക്കാൻ നമുക്ക് സാധ്യമല്ല. ഒരിക്കലും പറ്റില്ല. കാഴ്ച കാണുന്തോറും വീണ്ടും കാണണം എന്ന് തോന്നും. അതാണ് നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളുടെ ഒരു ആസക്തി എന്ന് പറയുന്നത്. ഇപ്പൊ രുചി, ഏതെങ്കിലും ഒരു ആഹാരം കഴിച്ച് രുചി അടക്കാന്ന് വെച്ചാൽ 10 മടങ്ങ് ആർത്തിയോടെ വീണ്ടും അതിനോടും അല്ലെങ്കിൽ അതിനപ്പുറമുള്ള രുചിയെ തേടി നമ്മൾ പോയിക്കൊണ്ടിരിക്കും. അപ്പോ ഒരു വസ്തു അതിലേക്ക് അഭിരമിച്ചുകൊണ്ട് അതിൽ നിന്ന് അടക്കാമെന്ന് വെച്ചാൽ സാധ്യമല്ല. പക്ഷെ അത് ഇന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്കുള്ള അമിതാസക്തി കുറച്ച് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അതാണ് നമ്മൾ ഉപരതി ശീലിക്കണം എന്ന് പറയുന്നത്. ഒന്ന് നമ്മൾ അറിയണം, നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു പ്രാരബ്ധ കർമ്മം. ഒരു പക്ഷേ ഈ വേദാന്ത സൂത്രം കേൾക്കുന്നതും നമ്മുടെ പ്രാരബ്ധമായിരിക്കാം. അല്ലാത്തവർക്കൊന്നും ചെവിയുടെ അടുത്തുകൂടി പോലും ഇങ്ങനെയുള്ള തത്വങ്ങളൊന്നും കേൾക്കാൻ ശ്രവണഗുണങ്ങൾ അനുവദിക്കില്ല. കാരണം അവർക്ക് പറ്റില്ല കേൾക്കാൻ. അപ്പോൾ ഇതും ഒക്കെ പ്രാരബ്ധമാണ്. സകല കർമ്മങ്ങളും ഈശ്വര സത്തയിലാണ് നടക്കുന്നത്. നമ്മൾ ആ കർമ്മത്തിനനുസരിച്ച് ചലിക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ല, ഞാനല്ല ഈ കർമ്മം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, എൻ്റെ ജീവിതം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാനല്ല എന്ന് ആദ്യം അറിയാം. നമ്മളെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിനപ്പുറം കർമ്മങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ചൈതന്യമുണ്ട്. അതിനനുസരിച്ച് നമ്മളിങ്ങനെ ചലിച്ചു പോകുന്നു, അത്രയേ ഉള്ളൂ. ആ സർവകർമ്മങ്ങളും ഈശ്വര സത്തയിലാണ് നടക്കുന്നത് എന്ന് അറിഞ്ഞാല്, ഈ ഒരു ബോധം നമുക്ക് വന്നാൽ, അതാ ഗുരു പറഞ്ഞില്ല, പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം സുഹൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു എന്ന് ഗുരു പറഞ്ഞു അല്ലെ. വികൃതി വിടുന്നതിനായി വേല ചെയ്വീല. ഈ വികൃതി വിടുന്നതിന് വേണ്ടി ഒരു പണിയെടുക്കില്ല നമ്മള്. ഫലാഗ്രഹം മറ്റ് മാത്രമേ ആ ആകൃതിയിലേക്ക്, കർമ്മമില്ലാത്ത നിഷ്കാമ കർമ്മത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഫലസംഘം വെടിയുക, ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കാതിരിക്കുക, അതാണ്. അപ്പോൾ നമ്മൾ ചില ആളുകൾ പറഞ്ഞു കേൾക്കാം, ഒരു ജീവിതമല്ലേ ഉള്ളൂ, ആസ്വദിക്കണമെന്ന്. എത്രയേറെ ആസ്വദിച്ച് അഭിരമിച്ച് ഓടി നടന്നാലും അവസാനം എത്ര ആസ്വദിച്ചോ അത്രയും ദുഃഖിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തുനിന്ന് പോകുള്ളൂ. നമ്മളെ അനുഭവിച്ചു പോകുന്ന ആളുകളെ നമ്മുടെ മുന്നിൽ കാണുമ്പോൾ അവരെയൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. ആരും അത്ര ആനന്ദത്തോടു കൂടി പോകുന്നില്ല. പക്ഷെ അറിയേണ്ടത് അറിഞ്ഞു പോകുന്നവര് സ്വസ്ഥവും ശാന്തവുമായ ഈ ലോകത്തുനിന്ന് പോണത്, സംശയമൊന്നുമില്ല. അപ്പോൾ അവരിയ്ക്കുന്നിടത്ത് ശാന്തി സമാധാനം ഉണ്ടാവും. അവരോട് സംസാരിക്കാൻ നമുക്ക് ഇഷ്ടപ്പെടും. അവരിയ്ക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും എത്തിപ്പെടാൻ തോന്നിപ്പോവും. ആ ചാരത്തിരിക്കാൻ തോന്നിപ്പോവും. കാരണം അവരറിഞ്ഞിരിക്കുന്ന ആത്മീയമായ ഒരു ശാന്തത അനുഭവിക്കുന്നുണ്ട്. അല്ലാത്തവരുടെ അടുത്ത് നമുക്ക് പെട്ടെന്ന് കടന്നു പോകാൻ തോന്നിപ്പോവും. അതാണ് ഈ ആത്മീയമായ അറിവുള്ളവരുടെ ഒരു പ്രത്യേകത. അപ്പോൾ സർവകർമ്മങ്ങളും ഈശ്വരൻ എന്ന അധിഷ്ഠാനത്തിലാണ് നടക്കുന്നത് എന്നറിയുമ്പോൾ കർമ്മനിരതനായിരിക്കുമ്പോഴും നമുക്ക് അതിൽ നിന്ന് മുക്തനായിരിക്കാൻ സാധിക്കും. ഗുരു അങ്ങനെയല്ലേ? ഗുരു എല്ലാ കർമ്മങ്ങളും ചെയ്യുമായിരുന്നു.
ഒത്തിരി കർമ്മങ്ങൾ ഗുരു ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആ കർമ്മങ്ങളിലോട്ട് ഒട്ടും അതിലേക്ക് ആ ലയിക്കാതെയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ അറിയാതെ നാവിൻ തുമ്പി വരും ഗുരു ചട്ടമ്പി സ്വാമികളോട് പറഞ്ഞ വാക്കല്ലേ, പ്രവൃത്തിയുണ്ട് ആരില്ല തറപ്പില്ല. എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഞാനാണ് ആശ്രമം കെട്ടിയത്, ഞാനാണ് ശിവഗിരി ഉണ്ടാക്കിയത് അല്ലേ, അത് അല്ലേ, അത് അവരുടേതാണ് എന്ന് പറഞ്ഞ ഗുരു പോരുന്നത്. ഈ ലോകസേവന കേന്ദ്രങ്ങൾ ഉണ്ടാക്കി പോരുമ്പോഴും ഒരു നേരിയ ഒരു വെള്ള വസ്ത്രവും ധരിച്ച് അവിടെ നിന്ന് ഇങ്ങനെ നടന്നു നീങ്ങുമ്പോൾ, ലളിതമായ ചര്യകളിലൂടെ നടന്നു നീങ്ങുമ്പോഴും നാം ഒന്നും ചെയ്യുന്നില്ലല്ലോ ഗുരു പറഞ്ഞത് അല്ലേ. ആ ഗുരുവിനെയൊക്കെ നമുക്ക് നേരായി അറിയണമെങ്കിൽ ജന്മാന്തരങ്ങൾ ഇനിയും എടുക്കേണ്ടി വരും. ഏകമാർഗം ഗുരുവിന്റെ കൃതി പഠിക്കുക എന്നുള്ളതാണ്. ഗുരു ആരാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ചെന്ന് എത്തേണ്ടത് നമ്മുടെ കയ്യിൽ വരേണ്ടത് ഗുരുവിന്റെ കൃതിയാണ്. അല്ലാതെ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെയുള്ള പ്രസംഗങ്ങൾ കേൾക്കുമ്പോഴും അതിനകത്ത് പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു ഗുരുവിന്റെ കൃതിയുടെ ഒരു അംശം ഉണ്ടെങ്കിൽ അത് മാത്രമേ നമുക്ക് എടുക്കാനുള്ളൂ. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഗുരുവിനെ അറിയാൻ സാധ്യമാകുകയുള്ളൂ. ഇവിടെ ഗുരുവിടെ പ്രാചീനകാല രീതികളെ മാനിക്കുക മാത്രമല്ല ഗുരു ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വ്യാസൻ ബ്രഹ്മസൂത്രം രചിച്ചു, അതുപോലെ ഒരു വേദാന്ത സൂത്രം രചിക്കുക എന്നതായിരുന്നില്ല ഗുരുവിന്റെ ഈ വേദാന്ത സൂത്ര രചനയുടെ ഉൾക്കാഴ്ച. അതായത് ആധുനിക പ്രാചീനകാല രീതികളെ അംഗീകരിച്ചുകൊണ്ട് തന്നെ, അതിനെ അറിഞ്ഞുകൊണ്ട് തന്നെ, ആധുനിക കാലത്തിന്റെ ആ രീതികളെയും ആവശ്യകതയെയും കണക്കിലെടുത്തുകൊണ്ടാണ് ഗുരു വേദാന്തത്തിന് മൂല്യ നവീകരണം നടത്തിയത്. പണ്ട് കാലത്തെ ആ രീതി അങ്ങനെ തന്നെ എടുത്തു വെച്ച് ഒരു വേദാന്ത സൂത്രം ഇരിക്കട്ടെ എന്നല്ല. അന്ന് കാലത്തെ രീതി ഇന്ന് കാലത്തെ രീതിയായിട്ട് ഒത്തിരി വ്യത്യാസമാണ്. വ്യാസന്റെ കാലഘട്ടവും ഈ കലിയുഗവും തമ്മിൽ ഒത്തിരി വ്യത്യാസമാണ്. അപ്പൊ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിലും ശൈലിയിലും ഗുരു വേദാന്ത ശാസ്ത്രത്തെ പുനർനവീകരിച്ച് നമ്മുടെ മുന്നിലേക്ക് 24 സൂത്രങ്ങളാക്കി നമ്മുടെ മുന്നിലേക്ക് തന്നിരിക്കുന്നു. അപ്പോൾ പുറത്തുനിന്ന് അത് അവിടെ പരിഷ്കരണം നടത്തിയപ്പോൾ ഗുരു എങ്ങനെയാണത് പരിഷ്കരിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യന്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാ ഗുരു വേദാന്തം നമ്മുടെ മുന്നിലേക്ക് വെച്ചത്. അവിടെ ഗുരു പറഞ്ഞു, അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം, ഇങ്ങനെ പഠിപ്പിച്ചേ. തൻ്റെ അടുത്തിരിക്കുന്ന ഓരോരുത്തരെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ടല്ലേ, അവനും ഇവനും നീ ഞാനും, അത് ഏത് മതവിഭാഗമായിക്കൊള്ളട്ടെ, എന്ത് ജാതി ആയിക്കൊള്ളട്ടെ, മതമായിക്കൊള്ളട്ടെ, ഏത് രാഷ്ട്രീയമായിക്കൊള്ളട്ടെ, ഏത് തത്വചിന്തയിൽ ഇരുന്നവനായിക്കൊള്ളട്ടെ, അവനെയൊക്കെ സ്വീകരിക്കുന്ന ഒരു സ്വീകാര്യത ഗുരുവിനുണ്ട്. അതാണ് പറഞ്ഞത്, അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം. എത്ര ഉപനിഷത്തുക്കളുടെ സത്യമാണെന്നറിയാ ചേർത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ വിശദീകരിക്കുന്ന യത് ആത്മനഹ ജിജ്ഞാസു എന്ന ഭാഗമാണ് വിശദീകരിക്കുന്നത്. ആത്മാവിനെ അറിയുവാനുള്ള ജിജ്ഞാസ ഉണ്ടായിരിക്കേണ്ടത് എന്തുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഗുരു അത് പറഞ്ഞു തന്നത് എല്ലാം ആദിമമായ ആത്മരൂപമാണ്. അതുകൊണ്ട് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. ഒരു കാര്യം നമ്മളെ സുഖത്തിന് വേണ്ടിയിട്ട്, നമ്മളുടേതായ ആത്മീയ ആനന്ദത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ അതൊരു 100 പേർക്ക് അല്ലെങ്കിൽ ഒരാൾക്കെങ്കിലും അത് ഉപദ്രവമായി വരുന്നുണ്ടെങ്കിൽ അത് നിന്റെ തന്നെ ആത്മാവിന് വിരോധിയായ കർമ്മമാണെന്ന് നീ അറിയണം. കാരണം ആത്മാവ് ഒന്നേ ഉള്ളൂ. ആ ഒന്നാണ് എല്ലാവരിലും നീയും ഞാനും അവനും ഇവനും ഒക്കെ ആയിട്ട് തുടിക്കണത്. അപ്പൊ നീ ചെയ്യുന്ന കർമ്മം കൊണ്ട് മറ്റൊരാൾക്ക് വേദന വന്നാൽ അത് നിനക്ക് വേദന വന്നതിന് പോലെ തന്നെയാണ് എന്നാണ്. ആത്മവിരോധിയായ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് ഗുരു പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതിനു വേണ്ടിയാണ് ഗുരു സാമൂഹികമായി പരിഷ്കരണം നടത്തിയത്. എന്തിനാ? എല്ലാവർക്കും ഒരുപോലെ ഈ സത്യത്തെ അറിയാനുള്ള അവകാശം കൊടുക്കുക. എന്തിനാ ക്ഷേത്രങ്ങൾ തന്നത്? എല്ലാവർക്കും ഒരുപോലെ ഈശ്വരനെ ആരാധന ചെയ്തുകൊണ്ട് അവനവനിലെ ചൈതന്യമായ പൊരുളിലേക്ക് സഞ്ചരിക്കുക. എന്തിനാ ആശ്രമങ്ങൾ തന്നത്? ശാന്തവും സ്വസ്ഥവുമായി എല്ലാവർക്കും പോകാനും ഇരിക്കാനുള്ള അവകാശമുണ്ട്. എന്തിനാ വിദ്യാലയം തന്നത്? ഇതൊക്കെ ഈ സത്യത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് അവിടെ നിന്ന് ഓരോന്നോരോന്നോരോന്നോരെ പടിപടിയായി തന്നത്. ഭൗതിക വിദ്യ ആത്മീയ വിദ്യയിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ ഒരു പടിയാണ് ഭൗതിക വിദ്യ. ഭൗതിക വിദ്യ നേടുമ്പോൾ മാത്രമേ നമുക്ക് ആത്മീയ വിദ്യയിലേക്കുള്ള വഴികൾ തുറക്കുക പോലും ചെയ്യുള്ളൂ. അല്ലേ? ഇതൊക്കെ ഗുരു കണ്ടു.
കൃഷി ചെയ്യണമെന്ന് പറഞ്ഞു, കച്ചവടം ചെയ്യണമെന്ന് പറഞ്ഞു, ശാസ്ത്ര സാങ്കേതിക വിദ്യയിലുള്ള അറിവ് നേടണമെന്ന് പറഞ്ഞു. കാരണം ഭൗതികമായ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ആത്മീയമായ അടിത്തറയിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുക. ഒരു പിതാവ് എങ്ങനെയാണോ തൻ്റെ മക്കൾക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുക്കുക, അവൻ്റെ ജന്മത്തിന്റെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടിയുള്ളത് വരെ കൊടുക്കാനുള്ള ഒരു കരുതലും കാവലുമാണ് ഗുരുവിൻ്റെ ജീവിതത്തിലുടനീളം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ വേദാന്ത സൂത്രമൊക്കെ കരുണയോടെ അവിടുന്ന് തന്നതുകൊണ്ടല്ലേ നമുക്കിപ്പോൾ വേദങ്ങളും ഉപനിഷത്തുകളൊക്കെ എടുത്ത് പഠിക്കാനും അറിയാനും ഒക്കെ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഈ മനുഷ്യജന്മത്തിൽ നമ്മളെങ്കിലും പോയി അതൊക്കെ തുറന്ന് വായിക്കുകയോ നോക്കുകയൊക്കെ ചെയ്യുമോ? ഇല്ല. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഇത് തന്ന ആ കാരുണ്യമൂർത്തിയെ കരുണയോടെ നമ്മൾ ഓർത്തിരിക്കണം. നമ്മൾ പുറത്തുനിന്ന് എന്തെല്ലാം അറിവുകൾ വാരി കൂട്ടിയാലും, എത്ര ബിരുദാനന്തര ബിരുദങ്ങൾ വാരി കൂട്ടിയാലും അവനവനെ അറിയാൻ സാധിച്ചില്ലെങ്കിൽ, അവനവനെ അറിയാതിരുന്നാൽ എത്ര അറിവ് നേടിയാൽ അവൻ ഇരുട്ടിൽ തന്നെയായിരിക്കും. ഒരു സംശയവും 100,000 ബിരുദങ്ങൾ നേടി വെച്ച മനുഷ്യരുടെ അടുത്ത് എന്ന് സംസാരിച്ചാൽ ശാന്തി സമാധാനം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ആത്മീയമായ പഠനത്തിൽ ഇരിക്കുന്നവരുടെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് തന്നെ അസൂയ തോന്നും. എത്ര ശാന്തമായിട്ട് അവരിയ്ക്കണേ, എത്ര കലഹായമാനമായ ജീവിതം അവർക്ക്, എത്ര ദുഃഖ ദുരിതങ്ങളുള്ള ജീവിതം, എന്നിട്ട് അവരെത്ര ശാന്തമായിട്ടായിരിക്കണേ നമുക്ക് തോന്നിപ്പോവും, അല്ലേ? അതാണ് ഈ ശാന്തി നമ്മൾ അനുഭവിക്കുന്നത് ഈ ആത്മീയമായ പഠനത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴാണ്. അതുകൊണ്ട് നീ സാധനാ ചതുഷ്ടയ സമ്പത്തി ഇനിയെങ്കിലും നേടി ആത്മജിജ്ഞാസു ആകണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആത്മവിദ്യ ഒരുവന്റെ ജീവിതത്തിൽ എപ്പോഴും ചേർക്കപ്പെടണം. നമ്മൾ നേടുന്നതോ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നതോ ആയ വിദ്യാഭ്യാസത്തിലെ ആത്മവിദ്യ ചേർക്കപ്പെടണം. ഭൗതിക വിദ്യ പഠിക്കാൻ നമ്മുടെ മക്കളെ വിടുമ്പോൾ അതിലെ 1 മണിക്കൂറെങ്കിലും ആത്മീയ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധ ചെലുത്തണം. ഒന്നില്ലെങ്കിൽ ദേവാലയത്തിൽ പോവാനെങ്കിലും അവരോട് പറഞ്ഞു കൊടുക്കണം. എല്ലാത്തിനും അപ്പുറം ഒരു ഈശ്വരനുണ്ട്, അതിൽ സമർപ്പിച്ച് ജീവിക്കാനെങ്കിലും കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം. കാരണം കർമ്മസങ്കുലമായ ഈ ജീവിതത്തിലെ പണം നേടാനായിട്ട്, അഭൗതിക സുഖഭോഗങ്ങൾ നേടാനായിട്ട് നെട്ടോട്ടം ഓടുന്ന ഒരു തലമുറ നമുക്കുണ്ട്. എവിടെയായാലും പണം കിട്ടിയാൽ മാത്രം മതി, ബാക്കിയെല്ലാം സ്വയം വന്നു ചേരുമെന്ന് പറഞ്ഞ് ഓടുന്ന നമ്മുടെ മക്കൾക്ക് ശാന്തി സമാധാനം അവർ ഉദ്ദേശിക്കുന്ന പോലെ കിട്ടണമെങ്കിൽ ആത്മീയമായ ഒരു വെളിവും കൂടി അവർക്ക് കൊടുക്കണം. അപ്പോൾ ഒന്നവരെ പറഞ്ഞ് മനസ്സിലാക്കണം, കർമ്മം കൊണ്ട് നേടുന്നതെല്ലാം അനിത്യമാണ്. എന്തെല്ലാം നമ്മൾ ഊർജ്ജസ്വലരായി ഇരിക്കുമ്പോൾ വാരി കൂട്ടിയിട്ടുണ്ടോ അതെല്ലാം അനിത്യമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതിനാൽ ആത്മജിജ്ഞാസുവായ ഒരു പുരുഷൻ ബ്രഹ്മനിഷ്ഠനായ ഗുരുവിനെ സമീപിച്ച് സംശയ നിവൃത്തി വരുത്തി പഠിക്കേണ്ട ശാസ്ത്രമാണ് ബ്രഹ്മവിദ്യ. അതുകൊണ്ടാണ് ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് വന്നത്, അല്ലേ? ആ ഒരു ഗുരുവിൻ്റെ അടുത്തൊരു ശിഷ്യൻ സമീപിക്കണം. ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ഒരു പുരുഷൻ പൂർണ്ണനാവുകയുള്ളൂ. നമുക്ക് എത്രയേറെ അറിവുണ്ടെങ്കിലും ഒരു ഗുരുവിൻ്റെ അനുഗ്രഹം നമുക്ക് വേണം. ആ ഗുരു എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞാൽ ശ്രോത്രിയനായിരിക്കണം, ശ്രുതിയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവനായിരിക്കണം എന്ന് പറഞ്ഞാൽ ഏകമായ സത്യത്തെ അറിഞ്ഞവനായിരിക്കണം ഒരു ഗുരു. അതുപോലെ തന്നെ അവ്രജിനനായിരിക്കണം, വാസനകളെ അടക്കിയവനായിരിക്കണം. നിങ്ങൾ ഈ ഓരോ ലക്ഷണങ്ങൾ പറയുമ്പോൾ വേദാന്ത സൂത്രകർത്താവായ ഋഷി ശ്രീനാരായണ ഗുരു ഇതിലേതെങ്കിലും പെടാത്തതാണോ എന്ന് മാത്രം ഓർക്കുക. നോക്കൂ, ശ്രോത്രിയനാണ് ഗുരു, അല്ലെ? ശ്രുതിയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നതാണ്. അവ്രജിനനാണ്, വാസനയുടെ വേര് വരെ കത്തിച്ചു കളഞ്ഞവനാണ്, അല്ലെ? സകല വാസനകളും വറുത്ത് സകല പാപങ്ങളെയും നശിപ്പിക്കുന്ന, വറുത്ത് കളയുന്ന പരമാത്മാവിന്റെ സ്വരൂപം നമുക്ക് കാട്ടിത്തന്ന മഹാഗുരുവാണ്. അവ്രജിനനാണ്, അകാമഹതനാണ്, യാതൊരു തരത്തിലുള്ള ആഗ്രഹങ്ങളും ഇല്ല, ഒന്നിനു വേണ്ടിയോ ആഗ്രഹമില്ലാത്തൊരു ഗുരുവായിരിക്കണം ആ ഗുരു. കാരണം നമ്മൾ സദ്ഗുരുവിന്റെ അടുത്തായിരിക്കണം, സദ്ഗുരുവിന്റെ വാക്കുകളായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത് എന്നാണ് പറഞ്ഞു വരുന്നത്. അവിടെ ഇവിടെ നിന്ന് കിട്ടുന്ന അറിവുകളല്ല പഠിക്കേണ്ടത്, ഒരു സദ്ഗുരു നമുക്ക് തരുന്നതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. പിന്നെ നിരന്ധന ഇവാനലനായിരിക്കണം. നിരന്ധന ഇവാനലൻ എന്ന് പറഞ്ഞാൽ ഇന്ധനമില്ലാതെ തന്നെ ജ്വലിക്കുന്നവൻ, ജ്ഞാനം കൊണ്ട് ജ്വലിക്കുന്നവനായിരിക്കണം, ജ്ഞാനമായിരിക്കണം, ജ്ഞാനിയല്ല ജ്ഞാനം തന്നെ ആയിരിക്കണം.
ബന്ധുരാനമതാം സദാം. നമിക്കുന്ന ഭക്തന്മാർക്ക് ബന്ധുവായിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഗുരുവിന്റെ അടുത്താണ് ആത്മാവിനെ അറിയാനുള്ള ജിജ്ഞാസയുമായി നമ്മൾ എത്തേണ്ടത്. ഭാഗ്യവശാൽ നമുക്ക് കുലത്തില് അങ്ങനെ ഒരു സദ്ഗുരുവിനെ കിട്ടിയപ്പോൾ തന്നെ ജന്മം സാർത്ഥകമായി. കാരണം നമ്മൾ കേൾക്കേണ്ടത് കേട്ടിട്ട് തീർന്നില്ലെങ്കിൽ ബാക്കി കേൾക്കാനേ വരുള്ളൂ. ഒരിക്കലും ഒരു അധപ്പതനം നമുക്ക് ഉണ്ടാവാൻ പോകുന്നില്ലേ? കാരണം കേൾക്കേണ്ടതിന്റെ തുടക്കം ഇട്ട് കഴിഞ്ഞു. മനസ്സിലായില്ല, ആയിക്കോട്ടെ, ആ സംസ്കാരമായിട്ട് സീഡായിട്ട് കിടന്നോട്ടെ. അപ്പോ ഇവിടെ നമ്മളെ ഉപനിഷത്ത് വിദ്യക്ക് ആമുഖമായിട്ട് മുഖവുരയായിട്ട് ഗുരു ബ്രഹ്മവിദ്യാ പഞ്ചകം രചിച്ചു തന്നു. നമുക്ക് ഈ ഒന്നാമത്തെ സൂത്രം പഠിക്കുമ്പോൾ ബ്രഹ്മവിദ്യാ പഞ്ചകത്തിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട്, അത്യാവശ്യമാണ്. അതായത് ഉപനിഷവിദ്യ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ജിജ്ഞാസുവിന് മുഖവുരയായിട്ട് ആമുഖമായിട്ടാണ് ബ്രഹ്മവിദ്യാ പഞ്ചകം ഒന്നാം മന്ത്രം ഗുരു പറയുന്നത്. അല്ലെ, നമ്മളെല്ലാവരും പഠിച്ചേക്കുന്നതാണ്. നിങ്ങൾ പല പല സംഘങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതൊക്കെ പഠിച്ചേക്കുന്നവരാണ്. അല്ലെ, നിത്യാനിത്യ വിവേകദോഹിനിതരാം നിർവേദമാപദ്യ ബ്രഹ്മവിദ്യാ പഞ്ചകം ഉണ്ടെങ്കിൽ എല്ലാവരും അതെടുത്ത് ഒന്ന് വെക്കുക. ഇല്ലാത്തവരുണ്ടെങ്കിൽ നെറ്റില് ബ്രഹ്മവിദ്യാ പഞ്ചകം അടിച്ചു കൊടുത്താൽ 5 ശ്ലോകങ്ങളും വരും. അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ ഇട്ടിട്ട് അതൊന്ന് നോക്കിയിട്ട് അത് നോക്കിക്കൊണ്ടിരിക്കുക. നിത്യാനിത്യ വിവേകദോഹി നിതരാം നിർവേദമാപദ്യ സദ്വിദ്വാനത്ര ശമാദിഷക്കലസിതഃ സ്യാത് മുക്തികാമോ ഭുവി പശ്ചാത് ബ്രഹ്മവിദുത്തമം പ്രണതി സേവാദ്യൈ പ്രസന്നം ഗുരും പ്രച്ഛേത് കോഹമിദം കുതോ ജഗദിതി സ്വാമിൻ വദത്വം പ്രഭോ. ഇതാണ് ഗുരു ഈ ഒന്നാമത്തെ സൂത്രത്തിന്റെ ആമുഖമായിട്ട് ഗുരു നമുക്ക് അതിന്റെ വിശദീകരണം തന്നിരിക്കുന്ന ബ്രഹ്മവിദ്യാ പഞ്ചകത്തിലാണ്. അല്ലെ, നിത്യാനിത്യ വിവേകദോഹി നിതരാം നിർവേദമാപദ്യ. വാക്കുകൾ കേട്ട് ഒന്നും പേടിക്കണ്ട, വളരെ എളുപ്പമാ. നിത്യാനിത്യ വിവേകമുണ്ടായി, നിത്യവസ്തുവേത് അനിത്യവസ്തുവേത് എന്ന് നിതരാം നന്നായിട്ട് നിർവേദമാവദ്യ നന്നായി അറിഞ്ഞിട്ട് നിർവേദമാവദ്യ എന്ന് പറഞ്ഞാൽ എന്താ? ആ അനിത്യവസ്തുവിനോട് നിർവേദം വന്നിട്ട് ആസക്തി വെടിഞ്ഞിട്ട് സദ്വിദ്വാനത്ര അറിയേണ്ടതിനെ അറിയാനായിട്ട് അനിത്യവസ്തുവിനെ വെടിഞ്ഞ് നിത്യവസ്തുവിനെ അറിയാനുള്ള ആഗ്രഹത്തോടു കൂടി സദ്വിദ്വാൻ ആ സദ്വിദ്യയെ അറിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു ജിജ്ഞാസു ശമാദിഷട്കലസിത പറഞ്ഞത് തന്നെയാണ്. ശമാദിഷട്കലസിത ശമ ദമ ഉപരതി തിദിക്ഷ ശ്രദ്ധ സമാധാനം എന്ന ഷട്കം 6 കൊണ്ട് പരിശോഭിതനായി ഇന്ദ്രിയജയവും മനോജയവും ഉപരതിയും തിദിക്ഷയും അല്ലെ ഇതെല്ലാം നേടിയിട്ട് ശമദമ ഉപരതി തിദിക്ഷ ശ്രദ്ധ സമാധാനം അതാണ് ശമാദിഷട്കലസിത 6 നേടിയിട്ട് മുക്തികാമഹ സ്യാത് ജിജ്ഞാസുവായി. കണ്ട ഗുരു പറഞ്ഞത് ആത്മനഹ ജിജ്ഞാസു മുക്തികാമഹ സ്യാത് മുക്തി നേടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ ഭൂവി മീൻസ് ഈ ലോകത്ത് മുക്തി നേടാൻ ആഗ്രഹിച്ചുകൊണ്ട് പശ്ചാത് അവൻ എന്ത് ചെയ്യുന്നു? പിന്നീട് ബ്രഹ്മവിദ് ഉത്തമം ബ്രഹ്മവിത്തുക്കളിൽ ഉത്തമനായ ബ്രഹ്മജ്ഞാനികളിൽ ശ്രേഷ്ഠനായ ബ്രഹ്മത്തെ അറിഞ്ഞ് ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ആ ഒരു ഗുരുസ്വരൂപത്തെ പ്രണതി സേവാ ബ്രഹ്മവിദ് ഉത്തമം ഗുരു ബ്രഹ്മവിത്തായ ഗുരുവിനെ സമീപിച്ചിട്ട് പ്രണതി സേവാദ്യൈഹി പ്രസന്നം പ്രണാമം സേവ തുടങ്ങിയവയൊക്കെ കൊണ്ട് ഗുരുവിനെ ആദ്യം ഒന്ന് പ്രസന്നനാക്കുന്നു. ഗുരു വിശന്നിരിക്കുമ്പോൾ ശരീരം കൊണ്ട് വിശന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ യാത്ര ചെയ്ത് വലഞ്ഞ് നിൽക്കുമ്പോഴൊക്കെ അല്ല നമ്മള് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് അല്ലെ. ഗുരു സ്വസ്ഥവും ശാന്തവുമായി ഇരിക്കുന്ന സമയത്ത് ആ പാദങ്ങളെ തൊട്ട് നമസ്കരിച്ച് ഗുരുവിനെ ഉപചാരങ്ങൾ സേവ ചെയ്തുകൊണ്ട് നമ്മൾ ആ സമീപത്ത് വർത്തിച്ചുകൊണ്ട് ഗുരു പ്രസന്നനായിരിക്കുമ്പോൾ ചോദ്യം ചോദിക്കണം അല്ലെ. പ്രസന്നം ഗുരും എങ്ങനെയാണ്? പ്രണതി പ്രണാമം സേവ തുടങ്ങിയവയെ കൊണ്ട് ഗുരുവിനെ പ്രസന്നനാക്കിയിട്ട് അങ്ങനെ പ്രസന്നം ഗുരും പ്രസന്നനായിരിക്കുന്ന ഗുരുവിനോട് പ്രച്ഛേദ് നീ ചോദിക്കണം. കണ്ടോ? ചോദിക്കണമെങ്കിൽ എന്തറിയണം?
ഞാൻ ഈ കൂട്ടിവെച്ചിരിക്കുന്ന സകല വസ്തുക്കളും അനിത്യമാണെന്നും അതിനപ്പുറമുള്ള നിത്യവസ്തുവിലേക്ക് എനിക്ക് എത്തണമെന്നൊരു ബോധം ഒരുത്തൻ ഉണ്ടാവണം. എന്നിട്ട് എനിക്ക് എൻ്റെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയൊക്കെ അടക്കണം, പുറത്തേക്ക് പോകുന്ന ഇന്ദ്രിയങ്ങളെ അകത്തേക്ക് ആക്കണം. എന്നിട്ട് എനിക്ക് മോക്ഷം വേണമെന്നുള്ള ആഗ്രഹം വേണം. ഇതൊക്കെ ആഗ്രഹത്തോടു കൂടി ചോദിക്കണം. കോഹം, ഇതാണ് ഒരു ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു ജീവിതത്തിൽ. ഏതെങ്കിലും ഒന്നിന്റെ ഉത്തരം കിട്ടിയാൽ മതി. കഹ അഹം ചേർത്ത് വായിക്കുമ്പോൾ കോഹം. അഹം കഹ, ഞാൻ ആരാണ്? എൻ്റെ പേരല്ല ഞാൻ, എൻ്റെ കണ്ണല്ല, മൂക്കല്ല, നാക്കല്ല, ത്വക്കല്ല, ചെവിയല്ല, എൻ്റെ മനസ്സല്ല, ശരീരം ഒന്നുമല്ല ഞാൻ. ഇതൊക്കെ ഞാൻ എന്നെ സ്വരൂപം ഈശ്വരൻ ഇട്ട് തന്നതിന് ശേഷം അതുമായിട്ട് കൂടി ചേർക്കപ്പെട്ടതാ. ഇതൊക്കെ ചേർക്കപ്പെടുന്നതിന് മുമ്പ് എൻ്റെ ഒരു സ്വരൂപം ഉണ്ടായിരുന്നു. ആ എന്താ പറയുക, എണ്ണിപ്പിടിച്ച് അറയിലിട്ട് എരി കൊളുത്തുമ്പോ എരി അല്ലേ? അപ്പൊ ഞാൻ ആരാണ്? കോഹം, ഞാൻ ആരാണ്? ഇതം ജഗത് കുതഃ, ഇതം ജഗത്ത്, ഞാൻ ജീവിക്കുന്ന എൻ്റെ മുന്നിൽ കാണുന്ന ഈ പ്രപഞ്ചം ഗമന സ്വഭാവമുള്ളതാണല്ലോ ജഗത്ത്. കുതഃ, കുതഃ മീൻസ് എവിടെ നിന്നുണ്ടായി? എന്തിൽ നിന്ന്, ആരിൽ നിന്നാണ്, എന്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്? ഞാൻ ആരാണ്? ഞാൻ ജീവിക്കുന്ന ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി? അനുനിമിഷം ചലിച്ചു പരിണമിക്കുന്ന പ്രാപഞ്ചിക വസ്തുക്കളെ നമുക്ക് കാണാം. ഈ ശരീരവും ചലിച്ചു പരിണമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ആരാണ്? സ്വാമീൻ, അല്ലയോ സ്വാമി, ത്വം വദ, പ്രഭോ, പ്രഭുവായിരിക്കുന്നവനെ, സർവദിനം ആധാരമായിരിക്കുന്ന പൊരുളെ, ത്വം വദ, എനിക്കൊന്ന് പറഞ്ഞിതാ അല്ലേ? ഇതാണ് എന്താ പറയാ, വസന്തവത് ലോകഹിതം ചരന്തഹ എന്ന് പറയും. വസന്തകാലത്തെ പോലെ ലോകഹിതത്തിനു വേണ്ടി സഞ്ചരിക്കുന്ന കൃപാലുക്കളാണ് ഗുരുക്കന്മാര്. അങ്ങനെയുള്ള ഒരു ഗുരുവിന്റെ മുമ്പിൽ ചെന്നിട്ട് ഈ ഒരു ചോദ്യം ചോദിക്കാനുള്ള എലിജിബിലിറ്റി നമുക്ക് വന്നാൽ രക്ഷപ്പെട്ടു. എലിജിബിലിറ്റി വന്നത് കൊണ്ടാണ് വേദാന്ത സൂത്രം പഠിക്കാൻ പറ്റണം കേട്ടോ. എനിക്ക് എലിജിബിലിറ്റി ഇല്ല എന്നൊന്നും ആരും ധരിക്കേണ്ട. എലിജിബിലിറ്റി ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇല്ലെങ്കിൽ ഇത് കേൾക്കില്ല. അപ്പോൾ ബ്രഹ്മവിദ്യാ പഞ്ചകം ത്തിന്റെ ഒരു ആമുഖം നമുക്കിവിടെ ചേർത്ത് വെക്കണം. ഒന്നാമത്തെ ശ്ലോകം ഒന്ന് വിചാരം ചെയ്ത് വേണം അടുത്ത ക്ലാസ്സിലേക്ക് വരാൻ. നമ്മൾ പറഞ്ഞു, അതാ യഥാത്മനോ ജിജ്ഞാസുഹു തത്, തത്, തത് എന്ന് പറഞ്ഞാൽ യത് ആത്മനഃ ജിജ്ഞാസുഹു, യാതൊരു കാരണത്താലാണോ ആത്മാവിനെ കുറിച്ച് അറിയുവാനുള്ള ജിജ്ഞാസ ഉള്ളവനായിരിക്കുന്നത്. തത്, അവിടെ തത് എന്നുള്ളത് എടുക്കേണ്ടത് അക്കാരണത്താൽ, ആത്മാവിനെ കുറിച്ച് അറിയുവാൻ ജിജ്ഞാസ കാരണമായി എന്നുള്ള അർത്ഥമാണ് അവിടെ. തത് എന്നുള്ളത് ശരിക്കും ബ്രഹ്മവാചക ശബ്ദമാണ് ഇവിടെ, പക്ഷെ യതിനോട് ചേർത്തുകൊണ്ടാണ് തത് പറയുന്നത്. കാരണം ബ്രഹ്മം ഇവിടെ താഴെ വേറെ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് യത് തത്, യാതൊരു കാരണത്താലാണോ ആത്മാവിനെ അറിയുവാൻ ആഗ്രഹിക്കുന്നത്. തത്, തത് അക്കാരണത്താൽ, അത്ര മാത്രം അറിഞ്ഞാൽ മതി, തല പുകയുണ്ട. അവിടെ അക്കാരണത്താൽ എന്ന് മാത്രം കൊടുക്കുക. അടുത്ത വാക്ക് നോക്കൂ, ഇതം, ഇതം, ഇതം ബ്രഹ്മയേവ, ഇതം ബ്രഹ്മയേവ. ഇവിടെ ഇതം ശബ്ദം ശരിക്കും പറഞ്ഞ നപുംസകലിംഗ ശബ്ദമാണ്. നപുംസകലിംഗ ശബ്ദമാണ് ഇത്. ആത്മശബ്ദം ആത്മാവാണ് എങ്കിൽ അത് പുല്ലിംഗ ശബ്ദമാണ്. ആത്മാവ് എന്ന പദം, ആത്മൻ ശബ്ദം പുല്ലിംഗമാണ്. ഇവിടെ ഇതം നപുംസകലിംഗമാണ്. അപ്പൊ ഇതം ശബ്ദം എപ്പോഴും പ്രപഞ്ച വാചക ശബ്ദമായിട്ടാണ് ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ യാതൊരു കാരണത്താലാണോ ആത്മാവിനെ കുറിച്ച് അറിയുവാൻ ജിജ്ഞാസ ഉള്ളവനായിരിക്കുന്നത്, അവനോട് പറയാണ് തത്, ആ കാരണം കൊണ്ട് ഇതം ബ്രഹ്മയേവ, നീ അറിയുവാൻ ആഗ്രഹിക്കുന്ന ആത്മാവ്, ആ ആത്മാവ് എങ്ങനെയുള്ളതാണ്? സമസ്ത ചരാചരങ്ങളിലും ചൈതന്യമായിരിക്കുന്ന ആത്മാവ്. അങ്ങനെ നമ്മൾ അർത്ഥം എടുക്കണം. അവിടെ പ്രപഞ്ചത്തോട് ചേർത്ത് വെച്ച് വേണം നമുക്കവിടെ അർത്ഥം എടുക്കാൻ. നീ ആത്മാവെന്ന അർത്ഥം പറയുമ്പോൾ എങ്ങനെയായിരിക്കണം ആത്മാവിന്റെ അർത്ഥം വരേണ്ടത്? സകല ചരാചരങ്ങളിലും ചൈതന്യമായിരിക്കുന്ന ആത്മാവ്. ഇതത്തിന് എങ്ങനെ അർത്ഥം കൊടുക്കാം? ശ്രീദേവിജി? ശ്രീദേവിജി ഒന്ന് പറയാമോ എങ്ങനെ അർത്ഥം കൊടുക്കാം? ഇതം എന്ന ശബ്ദത്തിന് എങ്ങനെ അർത്ഥം കൊടുക്കാം? മൈക്ക് ഓണാക്കിയിട്ട് പറയും.
കേൾക്കുന്നില്ലേ ചോദ്യം? ആർക്കെങ്കിലും ഉത്തരം പറയാൻ പറ്റാവുന്നവരൊന്ന് ഓണാക്കിയിട്ട് പറയൂ കേട്ടോ. ഇതം ശബ്ദത്തിന് എന്താ നീ അറിയുവാൻ ആഗ്രഹിക്കുന്ന, അതായത് പ്രപഞ്ച ചരാചരങ്ങളിൽ ചൈതന്യമായിരിക്കുന്ന ആത്മാവ്. ആത്മാവ് എന്നുള്ള അർത്ഥമാണ് അല്ലെ? അപ്പൊ അവിടെ പ്രപഞ്ചം എന്നുള്ള അർത്ഥം എടുത്തോളണം, ആ പ്രപഞ്ചത്തിന് ചൈതന്യമായിരിക്കുന്ന ആത്മാവ് എന്ന അർത്ഥം എടുത്തോളണം. അത് നമുക്കിത് കണക്ട് ചെയ്യണേ എങ്ങനെയാണെന്ന് കണ്ടോളുക. ഓക്കെ, എങ്ങനെയാണ് നമുക്കത് ആ ആശയത്തിലേക്ക് ഇത് വരുന്നതെന്ന് നോക്കാം. ഇതം ബ്രഹ്മയേവ, നീ അറിയാൻ ആഗ്രഹിക്കുന്ന ആത്മാവില്ലേ, ആ ആത്മാവ് തന്നെയാണ് സമസ്ത ചരാചരങ്ങളിലും ആത്മാവായിരിക്കുന്നത്, ചൈതന്യമായിരിക്കുന്നത്. അത് ബ്രഹ്മമാണ് കുട്ടി. അത് ബ്രഹ്മം എന്ന് പറഞ്ഞ സകലതിനും ആധാരമായിരിക്കുന്ന ആ പരമ്പൊരുള് തന്നെയാണ്. അപ്പൊ ആത്മാവ് വേറെ ബ്രഹ്മം വേറെ ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, സകലതും ആത്മസ്വരൂപത്തിന്റെ ആവിഷ്കാരങ്ങൾ മാത്രമാണ്. ഇവിടെ ശിഷ്യൻ ജിജ്ഞാസുവായി വന്നതുകൊണ്ട് പറയാണ്, നീ അറിയാൻ ആഗ്രഹിക്കുന്ന ആത്മാവ് തന്നെയാണ് സമസ്ത പ്രപഞ്ചത്തിനും ചൈതന്യമായിരിക്കുന്നത്. അത് ഗുരു ബ്രഹ്മവിദ്യാ പഞ്ചകത്തിലൂടെ തന്നെ പറഞ്ഞു തന്നിരിക്കുന്നുണ്ട്. നാലാം മന്ത്രം നോക്കിക്കോളൂ. കാരണം ഇതിനെക്കുറിച്ച് ഇത് വ്യാഖ്യാനിക്കണമെങ്കിൽ, വിശദീകരിക്കണമെങ്കിൽ ഇതിന്റെ എക്സ്പാൻഷൻ ഗുരു തന്നിരിക്കുന്നതിലൂടെ പോകാനേ പറ്റുള്ളൂ. അപ്പോ അതിൽ നാലാമത്തെ ബ്രഹ്മവിദ്യാ പഞ്ചകം 4-ാം ശ്ലോകത്തിൽ ഇതിന്റെ ആശയം ഗുരു തന്നിട്ടുണ്ട്. ഇതം എന്നുള്ളത് എങ്ങനെയാണ് നിന്നിലും ചരാചരങ്ങളിലും ഇത് സ്ഫുരിക്കുന്നത് എന്ന് പറഞ്ഞു തന്നേക്കുന്നത് എങ്ങനെയാ? സൃഷ്ടുവേദം പ്രകൃതേരനുപ്രവിശതി. ബ്രഹ്മവിദ്യാ പഞ്ചകം പഠിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ട് ഇതിനകത്ത്, ഇല്ലാത്തവര് ടെക്സ്റ്റ് എടുത്തൊന്ന് നോക്കുക കേട്ടോ. സൃഷ്ടുവേദം പ്രകൃതേരനുപ്രവിശതി യേയം യയാധാര്യതേ പ്രാണീതി പ്രവിവിക്തഭുക് ബഹിരഹം പ്രാജ്ഞസുഷുപ്തൗ യദഃ യസ്യാം ആത്മകലാ സ്ഫുരത്യഹമിതി പ്രത്യന്തരംഗം ജനൈർയസ്യൈ സ്വസ്തി സമർത്ഥ്യതേ പ്രതിപദാ പൂർണ്ണാ ശൃണുത്വം ഹിസ. എന്താ ഗുരുവിന്റെ ആ ഒരു കവന ചാതുര്യം നോക്കൂ. എത്ര വേദമന്ത്രങ്ങളിൽ ഇങ്ങനെ ഗുരു ഇങ്ങനെ വേദപ്പൊരുള് തന്നെയാണ് ഗുരു. അതുകൊണ്ടാണ് ഇങ്ങനെ വാക്കുകൾ അടുക്കി വെക്കാൻ സാധിക്കുന്നത്. സൃഷ്ടുവേദം പ്രകൃതേരനുപ്രവിശതി. ഇതം സൃഷ്ടുവ, അത്രേ ഉള്ളൂ. വാക്കുകൊണ്ടൊന്നും പേടിക്കണ്ട. ഇതം സൃഷ്ടുവ, ഇതിനെ സൃഷ്ടിച്ചിട്ട്. അവിടെ ഇതം എന്നുള്ള വാക്ക് എന്തിനെയാ? പ്രപഞ്ചത്തെ അല്ലെ? ഈ പ്രപഞ്ചത്തെ, ഈ പ്രപഞ്ചമാകുന്ന ആ ചൈതന്യത്തെ സൃഷ്ടുവ, സൃഷ്ടിച്ചിട്ട് പ്രകൃതേഹേ അനുപ്രവിശതി, പ്രകൃതി അനുസാരം അല്ലെ? പ്രകൃതി അനുസാരം അതിലേക്ക് കടന്നു നിന്നു. ഈ പ്രപഞ്ചത്തെ ഇച്ഛാനുസാരം സൃഷ്ടിച്ചിട്ട് അതിലേക്ക് ആത്മാവായി കടന്നു നിന്നു. അതാണ് സൃഷ്ടുവേദം പ്രകൃതേരനുപ്രവിശതി. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട് ആ പ്രകൃതി സ്വരൂപമായി സ്വകർമാനുസാരമായി അനുപ്രവിശതി, അതിലേക്ക് കടന്നു നിന്നു. എന്നിട്ട് നോക്കൂ, യേയം എന്നുള്ളത് പിരിക്കുമ്പോൾ യാ പ്ലസ് ഇയം ആണ് കേട്ടോ. യാ പ്ലസ് ഇയം ഹേയം. യാതൊരു ശക്തിയാണോ, അതായത് ബ്രഹ്മത്തിന്റെ ശക്തിയാണ്, ജഗദീശ്വരന്റെ ശക്തിയാണ് ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിലും കടന്നു നിന്നുകൊണ്ട് അവയെ സ്പന്ദിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ സ്ത്രീലിംഗ ശബ്ദത്തിൽ ഇയം എന്ന് പറഞ്ഞിരിക്കുന്നത്. യാതൊരു ശക്തിയാണോ ഇയം, അവൾ, ശക്തി സ്പന്ദനം. നമ്മൾ കണ്ടല്ലോ, ശാസ്ത്രലോകം വരെ പ്രപഞ്ചത്തിന്റെ ഉത്പത്തിക്ക് കാരണമായി കണ്ടെത്തിയ ദൈവഗണം അതിങ്ങനെ സ്പന്ദിക്കുന്നുണ്ടെന്നാണ്. അത് ശബ്ദമാണ്, നാദമാണ് അല്ലെ എന്നൊക്കെ പറഞ്ഞ എന്തുകൊണ്ടാ? ഈ ബ്രഹ്മശക്തിയാണ് ഒരു മൺതരിയിൽ പോലും ഇരുന്ന് സ്പന്ദിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് യേയം യാ യം. ഈ ശക്തി യാതൊന്നാണോ? 2 വാക്കുകൾ, യേയം, യാ പ്ലസ് ഇയം, യേയം. യാതൊന്നാണോ ഇയം, ഈ ശക്തി, അത് ഈ എല്ലാ പ്രപഞ്ച ചരാചരങ്ങളിലും തുടിക്കുന്ന യാതൊരു ശക്തിയാണോ? യയാ ധാര്യതേ, യയാ, യാതൊരു, അതൊക്കെ അവിടെ നല്ലതായിട്ട് വിഭക്തി പഠിക്കണം, എന്നാലേ നമുക്ക് അതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാവുള്ളൂ. യയാ, യാതൊരു ശക്തിയാലാണോ ധാര്യതേ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ധരിച്ചുകൊണ്ടിരിക്കുന്നത്, ഓരോ അണുവിലും കടന്നു നിന്നുകൊണ്ട്. യയാധാര്യതയെ, ആരാലാണോ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ധരിച്ചു വെച്ചിരിക്കുന്നത്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട് അതിലേക്ക് കടന്നു നിൽക്കുന്ന ശക്തിവിശേഷം ഏതാണോ,
യാതൊരു ശക്തിയാണോ ഈ പ്രപഞ്ചത്തിലെ സമസ്ത ചരാചരങ്ങളെയും യയാ ധാര്യതേ ധരിക്കുന്നത്. നോക്കൂ, യഥ യാതൊരു ശക്തി നിമിത്തമാണോ, യയാ യേ യഥ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗുരു എന്ത് വലിയ ആശയം അവിടെ വെച്ചിരിക്കുന്നത്. യഥ യാതൊരു ശക്തി നിമിത്തമാണോ പ്രാണീതി പ്രവിവിക്ത ബുക്ക്. പേടിക്കണ്ട, വെറുതെ ഒന്ന് അർത്ഥം പറഞ്ഞിട്ട് അതിന്റെ കൂട്ടർത്ഥത്തിൽ ചുരുക്ക സംഗ്രഹം പറഞ്ഞുതരാം. എന്നാലും വെറുതെ ഒന്ന് കേട്ടോ. അതായത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അതിലേക്ക് കടന്നു നിൽക്കുന്നു ഏതൊരു ശക്തിയാണോ, ആ ശക്തി തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ സമസ്ത ചരാചരങ്ങളെയും ധരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ആ ശക്തിയുടെ, ആ ധർമ്മത്തിന്റെ അടിത്തറയിലാണ് പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത്. എന്നിട്ട് പറയാണ്, ആ ശക്തി തന്നെയാണ് പ്രാണീതി പ്രവിവിക്ത ബുക്ക്. പ്രാണീതി ഓരോ ജീവജാലങ്ങളിലും വിവിക്ത ബുക്ക് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും ഉള്ളിലിരുന്നു കൊണ്ട് 3 അവസ്ഥകൾ പറയുക ഇവിടെ. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അവസ്ഥ പറയുക. ഓരോരുത്തരുടെയും ഉള്ളിലിരുന്നു കൊണ്ട് പ്രവിവിക്ത ബുക്ക്, സ്വപ്ന രൂപത്തിൽ പ്രപഞ്ചത്തെ അനുഭവിക്കുക. നമ്മൾ സ്വപ്നം കാണാൻ പോകുമ്പോൾ ഒരു വസ്തുവും കൊണ്ടല്ല പോകുന്നത്, തന്നിൽ തന്നെ വാസനയായി കിടന്ന ആ സംസ്കാരത്തെ എടുത്ത് സ്വപ്നം കണ്ട് സൃഷ്ടിച്ച് അതിനെ കണ്ട് അത് തന്നിലേക്ക് തന്നെ ഉപരമിച്ചതിന് ശേഷമാണ് നമ്മൾ സ്വപ്നത്തിൽ നിന്ന് ഉണരണത്. അങ്ങനെ ഓരോ ജീവജാലങ്ങളിലും സ്വപ്ന രൂപത്തിൽ വർത്തിക്കുന്നതും. അപ്പൊ നമുക്ക് വ്യക്തികൾക്ക് സ്വപ്നമുണ്ട്, പ്രപഞ്ചത്തിന് സ്വപ്നമുണ്ട്. സമഷ്ടിയിലും വെഷ്ടിയിലും മനസ്സിലാക്കിക്കോളാം. വെഷ്ടി എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളിലും സ്വപ്നം കാണാറുണ്ട്, ഈ പ്രപഞ്ചത്തിനാകവേ സ്വപ്നമുണ്ട്. അപ്പൊ വ്യക്തിയുടെ സ്വപ്നത്തിന് നമ്മൾ തൈജസൻ എന്ന് പറയും, പ്രപഞ്ചത്തിന്റെ സ്വപ്നത്തിന് നമ്മൾ ഹിരണ്യഗർഭൻ എന്ന് പറയും. ഈ പേരുകളെ വേദാന്ത സാമ്പ്രദായിക നിയമപ്രകാരമുള്ള പേരുകളാണ്. പേരൊന്നും കണ്ട് പേടിക്കണ്ട. വ്യക്തിക്കും ഉണ്ട് സ്വപ്നം, പ്രപഞ്ചത്തിനും ഉണ്ട് സ്വപ്നം. വ്യക്തിയുടെ സ്വപ്നത്തിന്റെ പേര്, ആ സ്വപ്നാവസ്ഥയ്ക്ക് പറയുന്ന പേര് തൈജസൻ എന്നും, ഈ പ്രപഞ്ചത്തിനാകവേ ഉള്ള സ്വപ്നാവസ്ഥയുടെ പേര് ഹിരണ്യഗർഭൻ എന്നുമാണ്. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞ പ്രാണീതി പ്രവിവിക്ത ബുക്ക്. ഓരോ പ്രാണികളിലും ഇരുന്നു കൊണ്ട് സ്വപ്ന രൂപത്തിൽ വിവിക്തമായിട്ട് വേറെ വേറെ ബുക്ക് സ്വപ്ന രൂപത്തിൽ ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നതും. പിന്നെ ബഹിഹി പുറത്ത്, അത് ജാഗ്രത്തിലെ അഹം. സ്വപ്നലോകം കഴിഞ്ഞു, ഇനി ജാഗ്രത്തിലെ ബഹിഹി അഹം, ബഹിരഹം പ്രാജ്ഞ അല്ലെ. ജാഗ്രത്തിലെ അഹം, ഞാൻ 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 എന്ന് എല്ലാവരും പറയുന്ന ആ ഞാനായിട്ടിരിക്കുന്നതും ഈ ശക്തി തന്നെയാണ്. എത്രയോ അഹം 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 എന്ന് പറഞ്ഞ ആത്മോപദേശ പദത്തിൽ ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാം. ഒരൊറ്റ പദത്തിലാണ് ഇത്രയും ഗുരു ഉള്ളടക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഗുരുവിന്റെ കൃതി പഠിക്കുമ്പോഴേ നമുക്ക് അതിലൂടെ കടന്നു പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ എനിക്ക് നല്ലൊരു ആശങ്കയുണ്ട്. ബ്രഹ്മവിദ്യാപഞ്ചകം ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് ഈ കട്ടിയുള്ള സംസ്കൃത പദങ്ങളൊക്കെ കേൾക്കുമ്പോൾ വിഷമം തോന്നിയാലും സാരമില്ല, ശ്രവണം നടക്കട്ടെ, ഇത്ര കരുതാവുള്ളൂ. പേടിക്കുകയോ ഒന്നും ചെയ്യരുത്. ഗുരുവിനെ നന്നായി പ്രാർത്ഥിക്കുക. അവിടുന്ന് തന്നത് ഞങ്ങളുടെ ചെവിയിലേക്ക് എത്തുന്നുണ്ടല്ലോ ഭഗവാനെ, അത് ഞങ്ങൾക്ക് അർത്ഥം തെളിയിച്ചു തരണേ ഭഗവാനെ, ഞങ്ങൾക്ക് ചൊല്ലാൻ സാധിക്കണേ ഗുരു എന്നൊക്കെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ക്ലാസ്സിൽ ഇരിക്കാൻ പറയാം. അപ്പൊ പറയാണ്, അപ്പൊ സ്വപ്ന രൂപത്തിൽ ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്ന ശക്തിയും, അതുപോലെ തന്നെ പറയാണ് ബഹിഹി അഹം, ജാഗ്രത്തിലെ അഹം, ഞാൻ 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 എന്ന് എല്ലാവരിലും തുടിക്കുന്ന ചൈതന്യവും. അതിന് എന്താ പറയാ, അവിടെ ജാഗ്രത്തിലും വ്യക്തിരൂപത്തിലും ഉള്ള 2 സമഷ്ടി രൂപത്തിലും ഉണ്ട്, വ്യഷ്ടി രൂപത്തിലും ഉണ്ട്. അപ്പൊ ജാഗ്രത്തിലെ ഇവിടെ ഓരോ വ്യക്തികളും അനുഭവിക്കുന്ന ഈശ്വര ചൈതന്യത്തെ പറയുന്ന പേരാണ് വിശ്വൻ എന്ന്. ഇനി ഈ പ്രപഞ്ചത്തിനാകവേയുള്ള ജാഗ്രത അവസ്ഥയിൽ ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നതിന് വൈശ്വാനരൻ എന്ന പേരാണ് നമ്മൾ പറയുന്നത്. വിശ്വൻ, വൈശ്വാനരൻ. വ്യക്തിഗതമായ ജാഗ്രത അവസ്ഥയിലെ ചൈതന്യത്തിന് വിശ്വനെന്നും, സമഷ്ടിഗതമായി ജാഗ്രത അവസ്ഥയിൽ അനുഭവിക്കുന്ന ചൈതന്യത്തിന് നമ്മൾ വൈശ്വാനരനെന്നും പറയും. എന്നിട്ട് പറയാണ് ബഹിരഹം പ്രാജ്ഞ, പ്രാജ്ഞ സുഷുപ്തവും. ബഹിഹി അഹം എന്ന് പറഞ്ഞാൽ ജാഗ്രത അവസ്ഥയിൽ ഞാൻ ഞാനെന്ന് എല്ലാവരും അനുഭവിക്കുന്ന ചൈതന്യമായിരിക്കുന്നതും ഈ ബ്രഹ്മശക്തി തന്നെയാണ്. പിന്നെയോ പ്രാജ്ഞ സുഷുപ്തവും, സുഷുപ്തിയിൽ നന്നായി ഉറങ്ങുമ്പോൾ പ്രാജ്ഞനായിരിക്കുന്നു, പ്രജ്ഞ മാത്രമായിട്ടിരിക്കുന്നു അല്ലെ. അപ്പൊ എൻ്റെ ശരീരമില്ല, എൻ്റെ മനസ്സില്ല, എൻ്റെ ഇന്ദ്രിയങ്ങളില്ല, എൻ്റെ പ്രാണൻ മാത്രം ഉണ്ട് അവിടെ അല്ലെ. അപ്പൊ അത് ഞാൻ അങ്ങനെ ഈശ്വരനിലേക്ക് ലയിച്ചിരിക്കുന്നു. അതും അതായിട്ടിരിക്കുന്നതും ഭഗവാനെ അങ്ങ് തന്നെയാണ്
ബ്രഹ്മശക്തി തന്നെയാണ്. അവിടെയും വെഷ്ടി സമഷ്ടിയുണ്ട് അല്ലെ. അപ്പോൾ പ്രാജ്ഞൻ എന്ന് പറയും ഓരോ വ്യക്തിയുടെയും സുഷുപ്തി അവസ്ഥയിൽ അനുഭവിക്കുന്ന ആത്മചൈതന്യത്തിനെ നമ്മൾ പ്രാജ്ഞൻ എന്ന് പറയും. ഈ പ്രപഞ്ചത്തിനാകവെയുള്ള സുഷുപ്തിക്ക് നമ്മൾ ഈശ്വരൻ എന്ന് പറയും. അപ്പോൾ തൈജസൻ ബാക്കി എന്താ? വ്യക്തിയിൽ തൈജസനാണ്, സമഷ്ടിയിൽ ഹിരണ്യഗർഭനാണ്. ഇനി ജാഗ്രത്തിൽ പറയുമ്പോൾ വെഷ്ടിയില് വിശ്വനാണ്, സമഷ്ടിയില് വൈശ്വാനരനാണ്. ഇനി സുഷുപ്തി അവസ്ഥയിൽ ഇരിക്കുമ്പോ വെഷ്ടിയില് ഈശ്വരനും പ്രാജ്ഞൻ അല്ലെ. വെഷ്ടിയില് പ്രാജ്ഞനും ഈശ്വരനും. അപ്പൊ ഇതൊക്കെ നമ്മള് ഈ പേരുകളൊക്കെ എനിക്കിത് എന്താണെന്നൊന്നും വിചാരിക്കണ്ട. ഈശ്വര ചൈതന്യം ഓരോ വ്യക്തിയിലും തുടിക്കുന്നു, ഈ പ്രപഞ്ചത്തിലാകവേ തുടിക്കുന്നു. അതാണ് ഗുരു ഈ സൂത്രത്തിലൂടെ പറയാൻ പോണേ. അപ്പൊ അതുകൊണ്ട് ഇത് പറയാതെ നമുക്ക് കടന്നു പോകാൻ പറ്റില്ല. അപ്പൊ പറയാണ് പ്രാണീതി പ്രവിവിക്ത ബുക്ക് ബഹിഹി അഹം, ജാഗ്രത്തിൽ ഞാൻ എല്ലാവരിലും തുടിക്കുന്നതും. സുഷുപ്തവും പ്രാജ്ഞ സുഷുപ്ത, സുഷുപ്തിയിൽ പ്രാജ്ഞനായി ഗാഠനിദ്രയിൽ പ്രാജ്ഞനായി സ്ഥിതി ചെയ്യുന്നതും. യസ്യാം, യാതൊരു വളിലാണോ, യാതൊരു ഈശ്വര ബ്രഹ്മശക്തിയിലാണോ, പ്രത്യന്തരംഗം, ഓരോ ആളുകളുടെയും ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട്. കാരണം നമ്മുടെയൊക്കെ ബുദ്ധിയിലേക്കാണ് ഈ ശക്തി സ്പന്ദിച്ചേക്കണത്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പൊ ഇങ്ങനെ കണ്ടും കേട്ടൊക്കെ ഇരിക്കുന്നത്. ബുദ്ധിയിലേക്ക് പ്രതിബിംബിച്ചിരിക്കുന്ന ആത്മാംശമാണ് നാം എന്ന ജീവൻ. അതാണ് ഗുരു പറയുന്ന പ്രത്യന്തരംഗം. അന്തരംഗം എന്ന് പറഞ്ഞ ഓരോ മനസ്സിലും ഓരോ ബുദ്ധിയിലേക്കും ഹൃദയം തോറും നോക്കൂ, ആത്മകലാസ്ഫുരതി, ആത്മാംശം തുടിച്ചുകൊണ്ടിരിക്കുന്നു. ആലോചിച്ച് നോക്കിയേ, ഗുരു ഇങ്ങനെ അടക്കി തന്നിട്ടേ സൂത്രമാക്കി തന്നിട്ട് ഈ സൂത്രം വെച്ചുകൊണ്ട് ഇത് എല്ലാത്തിലേക്കും സഞ്ചരിച്ചോ എന്ന് പറഞ്ഞേക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയത് എത്ര ഭംഗിയായിട്ടാണ് ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ അനേകം ഉപനിഷത്തുക്കളുടെ തത്വത്തെ ഗുരു ഇങ്ങനെ ഒരു ചിമിഴിൽ വെച്ചുകൊണ്ട് തന്നേക്കുക. ആത്മകലാസ്ഫുരതി, ഓരോ ഹൃദയത്തിനും ഇരുന്നു കൊണ്ട് ഞാൻ എന്ന് തുടിക്കുന്നത് ആത്മാംശമാണ്. ആത്മാംശം ഞാനെന്ന് പ്രകാശിക്കുന്നത്. യസ്യൈ സ്വസ്തി സമർത്ഥ്യതേ, യസ്യൈ യാതൊരുവൾക്കാണോ, ജനൈഹി ജനങ്ങളാൽ സ്വസ്തി സമർത്ഥ്യതേ, അങ്ങനെയുള്ള ആ ചൈതന്യത്തിനാണ് നമ്മൾ മംഗളമരളേണ്ടത്. അല്ലാതെ പുറമേ കാണുന്നവരെ അല്ല പാടിപ്പുകത്തേണ്ടത്. നമ്മുടെ ഉള്ളിൽ നിന്ന് തുടിക്കുന്ന ഓരോ ഹൃദയം തോറും ഇരുന്ന് തുടിക്കുന്ന ആത്മാംശം ഈശ്വരാംശമാണെന്ന് അറിഞ്ഞുകൊണ്ട്, ആ ഈശ്വരാംശം തന്നെയാണ് എല്ലാവരിലും തുടിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട്, അത് തന്നെയാണ് നമ്മൾ പ്രപഞ്ചത്തിൽ കാണുന്ന സകല വസ്തുക്കളിലും ആത്മാംശമായിരുന്നു തുടിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ സ്വസ്തി സമർത്ഥ്യതയെ മംഗളം അർപ്പിക്കപ്പെടണതും. മംഗളം അർപ്പിക്കേണ്ടത് ഈ ബ്രഹ്മശക്തിക്കാണ്. കാരണം പ്രതിപദാ പൂർണ്ണ, ഓരോ അണുവിലും ഒരു കുഞ്ഞുറുമ്പിന്റെ ഉള്ളിലിരുന്ന് സ്പന്ദിക്കുന്ന ആത്മാംശം വരെ പൂർണ്ണതയാണെന്നാ പറയും. ഓരോ അണുവിലും ഇവൾ പൂർണ്ണയാണ്. ഇപ്പൊ ഗുരു ഇങ്ങനെ പറയണമെങ്കിൽ ആത്മീയ ആനന്ദത്തിന്റെ എത്രയോ ആനന്ദ തലത്തിൽ ഭഗവാൻ ഇരുന്നിട്ടായിരിക്കും ഇങ്ങനെ നമുക്ക് പറഞ്ഞു തരിക. ആലോചിച്ച് നോക്കൂ. നമുക്കൊന്നും മനസ്സിലാവണില്ല ഭഗവാൻ ഇത് പറയണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇത് അനുഭവിച്ച അനുഭവം ഇങ്ങനെ ഊറി വരുന്നതാണ് വാക്കുകളിലൂടെ. അത് നമ്മൾ പഠിക്കാൻ കഷ്ടപ്പെടുക, ബുദ്ധി കൊണ്ട് പഠിക്കാൻ കഷ്ടപ്പെടുക. പക്ഷേ ബുദ്ധിയുടെ തലം കഴിയുമ്പോഴാണ് ഇത് അനുഭവ തലമാണ് ഈ വാക്കേ. അതുകൊണ്ടാണ് നമുക്ക് ബുദ്ധി കൊണ്ട് പഠിക്കാൻ നമ്മൾ കഷ്ടപ്പെടുന്നത്. അപ്പൊ പ്രതിപദാ പൂർണ്ണ എന്ന് പറഞ്ഞാൽ അവൾ പ്രതിപദം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ അണുവിലും ഇവൾ പൂർണ്ണയാണ്. അപ്പൊ ഓരോരുത്തരിലും ഇരിക്കുന്ന ആത്മചൈതന്യം പൂർണ്ണ സ്വരൂപം തന്നെയാണ്. അതായത് പ്രതിപദാ പൂർണ്ണ ശൃണു, അല്ലയോ ശിഷ്യ നീ കേട്ടാലും, ത്വം ഹി സാ, ത്വം നീയും, സാ അവള് തന്നെ. ഇവിടെ അത് തന്നെയല്ലേ ഉപദേശിച്ചേ. നീ എന്ത് ത്വം ഹി സാ എന്ന് പറഞ്ഞ നീയും ആ ശക്തി തന്നെയാണ്. ചാന്തോക്യോപനിഷത്തിന്റെ അനേകം മന്ത്രങ്ങളിലൂടെ ഉദ്ദാലകൻ ശ്വേതകേതുവിനെ ഉപദേശിച്ചു കൊണ്ടുവരിക. എല്ലാ വിദ്യയും പഠിച്ചിട്ടാ വന്നേ. സകല വിദ്യകളും പഠിച്ചിട്ട് സകല ശാസ്ത്രങ്ങളും പഠിച്ച് ഇനി ഒന്നും പഠിക്കാനില്ലാതെ വിദ്യയുടെ പരമാവധി പഠിച്ചിട്ട് വന്ന ശ്വേതകേതുവിനോടാണ് ചോദിക്കുന്നത്, നീ അറിയേണ്ടതിനെ അറിഞ്ഞോ? അപ്പോഴാണ് അത് അച്ഛൻ ഉപദേശിക്കാൻ പറയണത്. അപ്പൊ എത്ര പ്രാവശ്യം ഉപദേശിച്ചു? 9 പ്രാവശ്യം അല്ലേ?
തത്വമസി തത്വമസി ചേതകേതോ തത്വമസി ചേതകേതോ അല്ലേ? എത്ര പ്രാവശ്യം ഉപദേശിച്ചു. പുറത്തെ ഓരോ വസ്തുക്കളും കൊടുത്തുകൊണ്ട് അവസാനം ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ഒരു ആൽവിത്ത് എടുത്തിട്ട് അതിനെ ഒന്ന് ഛേദിക്കൂ. എന്താ കാണണേ? ചെറിയൊരു വിത്തിന്റെ അംശം കാണണു. ഒന്നും കൂടി അതിനെ ഛേദിക്കൂ. ഇപ്പൊ എന്താ കാണുന്നത്? അതിലും സൂക്ഷ്മമായ ഒരു അണുവിനെ കാണുന്നു. ഒന്നുകൂടി ഛേദിക്കൂ എന്ന് ചോദിക്കുമ്പോ പറയുന്നുണ്ട്, അത് ഇപ്പൊ എന്ത് കാണുന്നു കുട്ടി നീ എന്ന് ചോദിക്കുമ്പോൾ പറയണം, ഒന്നും കാണുന്നില്ല. അത് സൂക്ഷ്മത്തില് സൂക്ഷ്മമാണ് കുട്ടി. അത് നീയാണ് കുട്ടി. അതും നീയും ആ ചൈതന്യം തന്നെ എന്ന് പറയാ. തത്വമസി ചേതകേതോ അല്ലെ? അപ്പൊ നമ്മളിൽ ഓരോരുത്തരിലും ഇരുന്ന് തുടിക്കുന്ന പ്രത്യന്തരംഗം, ഓരോരുത്തരിലും ഇരുന്ന് തുടിച്ചുകൊണ്ടിരിക്കുന്ന ആ ആത്മാംശം പൂർണ്ണതയാണ്. നീയും ആ ചൈതന്യം തന്നെയാണെന്നാണ് ഗുരു ഉപദേശിച്ചത്. അതായത് അതാ യത് ആത്മനോ ജിജ്ഞാസുഹു, നീ ഏത് ആത്മാവിനെ അറിയുവാനാണോ ജിജ്ഞാസുവായി വന്നിരിക്കുന്നത്, തത് ആ കാരണത്താൽ ഇതം ഈ കാണുന്ന പ്രപഞ്ചവും ഈ കാണുന്ന പ്രപഞ്ചത്തിന് ചൈതന്യമായിരിക്കുന്ന ആത്മാംശവും ബ്രഹ്മം തന്നെയാണ്. അതാണ് ഉപദേശം. അതിന് നമ്മളിപ്പോ ബ്രഹ്മവിദ്യാപഞ്ചകത്തിലൂടെ നമ്മൾ കടന്നു പോയിരിക്കുന്നു. നമുക്ക് മഹാവാക്യങ്ങളൊക്കെ ഒന്ന് സമയം പെട്ടെന്ന് ഓടിപ്പോകുന്നു. അപ്പൊ ഇതം എന്ന വാക്കുകൊണ്ട് നമ്മൾ പറയേണ്ടത് ആത്മവാചി ശബ്ദം തന്നെയാണെങ്കിലും അത് ഈ പ്രപഞ്ചത്തിലും ആ പ്രപഞ്ചത്തിൽ ഉൾപ്പെടുന്ന എന്നിലും ചൈതന്യമായിരിക്കുന്ന ആ ആത്മാംശം ബ്രഹ്മയേവ എന്ന് പറഞ്ഞ ബ്രഹ്മം തന്നെയാണ്. അവിടെ നമുക്ക് ബ്രഹ്മവിദ്യാപഞ്ചകം തന്നെ കൊണ്ടുപോകാം. വ്യഷ്ടിയാണ്, വൃഷ്ടിയല്ല കേട്ടോ, വ്യഷ്ടിയാണ് കേട്ടോ. വെഷ്ടിയാണ്. വെഷ്ടിയിൽ ഏതിന്റെയാ പറഞ്ഞത്? ജാഗ്രതാണോ, സ്വപ്നമാണോ, സുഷുപ്തിയാണോ? അത് ഏത് അവസ്ഥയിലാ ചോദിക്കുന്നത്? ജാഗ്രതാണോ, സ്വപ്നമാണോ, സുഷുപ്തിയിലാണോ? സുഷുപ്തിയില് പ്രാജ്ഞനും പിന്നെ ഈശ്വരനും കേട്ടോ. അപ്പൊ നമുക്ക് സംശയങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലൊന്ന് എഴുതിയിടുക, അല്ലെങ്കിൽ നിങ്ങളൊന്ന് പേഴ്സണലി മെസ്സേജ് ഇട്ടാലും മതി കേട്ടോ. അപ്പൊ നോക്കൂ, ഇതം ഈ അറിയാൻ ആഗ്രഹിക്കുന്ന ആത്മാവ് ബ്രഹ്മം തന്നെയാണ്. അവിടെയും ഗുരു ത്വംഹി ബ്രഹ്മ തുടങ്ങുന്നുണ്ട്. നജേന്ദ്രിയാണി, അത് ഇനി വിശദീകരിക്കുന്നില്ല. ഒന്ന് കൺക്ലൂഡ് ചെയ്തതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ അത് പറയാം. അപ്പോ നീ അറിയാൻ ആഗ്രഹിക്കുന്ന ആത്മാവ് ബ്രഹ്മം തന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ അറിയേണ്ടത് നമ്മൾ ഓരോരുത്തരിലും ഇരുന്ന് തുടിക്കുന്ന ആ ബുദ്ധിയിലേക്ക് പ്രതിബിംബിച്ചിരിക്കുന്ന ആത്മാംശം പരബ്രഹ്മ സ്വരൂപം തന്നെയാണ്. ബ്രഹ്മം തന്നെയാണ്. എന്നിട്ട് പറയണം അഹം ബ്രഹ്മ, ഞാനും ബ്രഹ്മം തന്നെയാണ്. ഇവിടെ ഞാനും ബ്രഹ്മം തന്നെയാണെന്ന് പറയുമ്പോൾ ശിഷ്യനും ബ്രഹ്മം തന്നെയാണ്, ഈ പ്രപഞ്ചവും ബ്രഹ്മം തന്നെയാണെന്ന് എടുക്കാം. ഇത് ഉപദേശിക്കുന്ന ഗുരുവും ബ്രഹ്മം തന്നെ എന്ന് നമുക്ക് അർത്ഥം എടുക്കാം. അതായത് ശിഷ്യൻ അറിയാൻ ആഗ്രഹിക്കുന്ന ആ ആത്മാവ് ഈ പ്രപഞ്ചത്തിന്റെ സമസ്ത ചരാചരങ്ങൾക്കും ചൈതന്യമായിരിക്കുന്ന ആ പരബ്രഹ്മ സ്വരൂപം തന്നെയാണ് എന്ന് പറയാണ്. അതായത് ഇവിടെ ഉപനിഷത്ത് പറയുമല്ലോ, ബ്രഹ്മത്തിന്റെ നിർവചനം പറയുമ്പോൾ എന്താണ് ബ്രഹ്മം നമ്മൾ ഇഷ്ടംപോലെ പഠിച്ചിട്ടുണ്ട്. ഉപനിഷത്തൊക്കെ പഠിക്കുന്നവരൊക്കെ ഇതിനകത്ത് ധാരാളം ഉണ്ട്. എന്താണ് ബ്രഹ്മത്തിന്റെ നിർവചനം നമ്മൾ ഇഷ്ടംപോലെ പഠിച്ചു, പക്ഷെ നമ്മൾ അനുഭവിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പഠനമൊക്കെ നടന്നിട്ടുണ്ട്, ഉള്ളിലേക്ക് കണ്ണു പോകുന്നില്ല, ഉള്ളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുന്നില്ല. യഥോ വാ ഇമാനി ഭൂതാനി ജായന്തേ ഏന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി തത് ബ്രഹ്മ തത് വിജിജ്ഞാസസ്വ എന്നാ ഗുരുക്കന്മാർ ഉപദേശിക്കുക. യഥോ വാ ഇമാനി ഭൂതാനി ജായന്തേ, എന്താണ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ യാതൊന്നിൽ നിന്നാണോ ഇമാനി ഭൂതാനി ഈ കാണുന്ന സമസ്ത ചരാചരങ്ങളും ജായന്തേ ഉണ്ടായിരിക്കുന്നത്. ഏന ജാതാനി ജീവന്തി, യാതൊന്നിന്റെ അടിത്തറയിലാണോ ജാതാനി ഉണ്ടായവ നിലനിൽക്കുന്നത്. യാതൊന്നിൽ നിന്നുണ്ടായോ, യാതൊന്നിന്റെ അടിത്തറയിൽ ഈ ഉണ്ടായവ നിലനിൽക്കുന്നുവോ. യത് പ്രയന്തി, യാതൊന്നിലേക്ക് ഇത് ചെന്ന് ചേരുന്നുവോ. ഈ യാത്രയിൽ അത് ഏതൊന്നിൽ ചെന്ന് അവസാനിക്കുന്നുവോ, ഏതൊന്നിലേക്ക് ലയിക്കുന്നുവോ. യത് പ്രയന്തി അഭിസംവിശന്തി തത് ബ്രഹ്മ, അതാണ് ബ്രഹ്മ. തത് വിജിജ്ഞാസസ്വ, അതിനെ നീ ജിജ്ഞാസയോടെ അറിയാൻ ആഗ്രഹിക്കണം. അതൊരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമാണ്.
മനുഷ്യനായി പിറന്നവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമാണ് ആത്മജിജ്ഞാസുവായിരിക്കുക എന്നുള്ളത്. തൈത്തിരീയോപനിഷത്തിലെ മന്ത്രമാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പോ ബ്രഹ്മജ്ഞാനത്തിന്റെ അവസാനം എന്ന് പറഞ്ഞ അനുഭവമാണ് കേട്ടോ. നമ്മൾ എഴുതി പഠിക്കലോ പഠിപ്പിക്കലോ ഒന്നുമല്ല, അനുഭവമാണ് ബ്രഹ്മജ്ഞാനത്തിന്റെ അവസാനം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ സകലതിലും നിറഞ്ഞിരിക്കുന്ന പൊരുളാണ്. സകലതിലും നിറഞ്ഞിരിക്കുന്ന പൊരുളാണ് ബ്രഹ്മം. അത് സാധകന് മനസ്സിലാകുന്ന എപ്പോഴാണ് അത് സാധകന് ബോധ്യമാകുന്നത്? എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നത് ബ്രഹ്മമാണെന്ന് ഒരുവന് ബോധ്യമാകുന്നത് ബ്രഹ്മ ഏവ അഹം, ഞാനും ബ്രഹ്മമാണെന്ന് ബോധ്യമാകുമ്പോഴാണ്. അതുകൊണ്ടാണ് ഗുരു അങ്ങനെ ഉപദേശിച്ചത്. നീ അറിയാൻ ആഗ്രഹിക്കുന്ന ആത്മാവ് ബ്രഹ്മം തന്നെ, ഞാനും ബ്രഹ്മം തന്നെ. അപ്പൊ ഞാനും ബ്രഹ്മം തന്നെ എന്ന് അറിയുമ്പോൾ മാത്രമേ ഈ പ്രപഞ്ചത്തിലെ സമസ്തവും ബ്രഹ്മമാണെന്ന് അറിയാൻ സാധിക്കുള്ളൂ. ഭക്തിദർശനമൊക്കെ വായിച്ചു നോക്കൂ. ഒന്നാമത്തേല് ഗുരു ഇതല്ലേ പറയണേ, ആത്മാനുസന്ധാനം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയണത് ബ്രഹ്മാനുസന്ധാനാണ്. എത്രയോ എത്രയോ കൃതികളിലൂടെ പോകാം നമുക്ക്. എത്രയോ കൃതികളിലൂടെ ഇതിന്റെ വിശദീകരണം ഗുരു നമുക്ക് തന്നിരിക്കുന്നു. ഭക്തിയെ വിശദീകരിക്കുമ്പോൾ ഭക്തിയുടെ പേരും പറഞ്ഞു ഓടി നടക്കുന്ന നമ്മളോട് പറഞ്ഞു, നീ ശാന്തമാകൂ, സ്വസ്ഥമാകൂ. ആത്മാനുസന്ധാനമാണ് ഭക്തി. ആത്മാവിനെ തിരയലാണ് ഭക്തി. എന്തിനാ ആത്മാവിനെ തിരയണമെന്ന് വെച്ചാൽ അവിടെ ആനന്ദഘനക, നീ തേടുന്ന സുഖം അവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ആത്മവിത്ത് ശ്രദ്ധയോടെ ആത്മാവിനെ തന്നെയാണ് അനുസന്ധാനം ചെയ്യേണ്ടേ എന്ന് ഭക്തി ദർശനത്തിൽ ഗുരു പറഞ്ഞു തന്നു. എന്നിട്ട് അത് പറഞ്ഞിട്ട് തൊട്ടടുത്ത മന്ത്രത്തിൽ ഗുരു പറയാണ്, അനുസന്ധീയതേ ബ്രഹ്മാനന്ദഘനോ യഥ സദാ ബ്രഹ്മാനുസന്ധാനം ഭക്തി. ആലോചിച്ച് നോക്കിയേ, തന്നെ അറിയുക ആദ്യം. എന്നിട്ട് ആ അറിവ് നമുക്ക് കിട്ടുമ്പോഴാണ് അറിയണത് എന്നിലിരിക്കുന്ന പൊരുള് തന്നെയാണല്ലോ രാഘവനിലും കൃഷ്ണനിലും ഗോപാലിലും ഇരിക്കുന്നതും മരത്തിലും പൂച്ചയിലും പട്ടിയിലും പ്രാണിയിലും ഇരിക്കുന്നത്. അതാണ് ഗുരു പറഞ്ഞ അനുസന്ധീയതേ ബ്രഹ്മ. ആ ബോധം വരുമ്പോഴാണ് നമുക്ക് ചുറ്റും കാണുന്നതിലെല്ലാം ആത്മാംശത്തെ ദർശിക്കാനും കാരുണ്യം ഉണ്ടാകാനും ശാന്തതയോടെ ഇരിക്കാനും വിദ്വേഷവും രാഗവും ദ്വേഷവും ഒഴിവാക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നത് ഈ ബ്രഹ്മാനുഭവത്തിൽ പുറമേയുള്ളവരിലും ദർശിക്കുമ്പോഴാണ്. അതിന് ആദ്യം അവനവനിൽ കാണണം. അതാണ് പറഞ്ഞത്, അകം ഇരുട്ടാണെങ്കിൽ പുറത്തും ഇരുട്ടായിരിക്കും. അതാണ് ഗുരുവിന്റെ ചെറിയൊരു മെസ്സേജ് പോലും. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? നീ ഏത് തത്വസംഹിതയിൽ വിശ്വസിച്ചാലും ശരി, നീ നന്നാവണം ആദ്യം. നിന്റെ ഉള്ളം ആദ്യം ശുദ്ധമാകുമ്പോൾ മാത്രമേ നിനക്ക് പുറത്തും ശുദ്ധത വരുത്താൻ സാധ്യമാവുള്ളൂ എന്ന് പറഞ്ഞ അതുകൊണ്ട് തന്നെയാണ് ഒരു ബാഹ്യതലത്തിൽ ഗുരു പറഞ്ഞു തരുന്നതേ ഉള്ളത്. അപ്പോ ഇവിടെ പറയാണ്, ബ്രഹ്മജ്ഞാനത്തിന്റെ അവസാനം അനുഭവമാണെന്ന് പറഞ്ഞു. ബ്രഹ്മം എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്ന പൊരുളാണെന്ന് പറഞ്ഞു. അത് സാധകന് ബോധ്യമാകുന്നത് ഞാൻ ബ്രഹ്മമാണെന്ന് അനുഭവിക്കുമ്പോഴാണ്, അറിയുമ്പോഴാണ്. എന്നിൽ തുടിക്കുന്ന ചൈതന്യം ആത്മാംശമാണെന്ന് അറിയുമ്പോൾ മാത്രമേ, അനുഭവിക്കുമ്പോൾ മാത്രമേ നമുക്ക് പുറമേ ഉള്ളതിലും ഈശ്വരാംശത്തെ ദർശിക്കാനായിട്ട് കാണുകയുള്ളൂ. നമുക്ക് നല്ലാത്ത രീതിയിൽ അഹന്തയും മമതയുണ്ട്. നമ്മളെ ഒന്ന് തൊട്ടാൽ മതി, അതൊക്കെ പൊങ്ങി വരും. വെറുതെ നമ്മളെ നോക്കി ഒന്ന് ചീത്ത വിളിച്ചാൽ മതി, നമ്മളിലുള്ള സകലമാന ഇരുട്ടും പുറത്തേക്ക് വരും. ഒരു സംശയമില്ല. നമ്മൾ തന്നെ വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ അറിയാം. നമുക്ക് ദേഷ്യം വരുമ്പോഴും നമ്മളെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുമ്പോഴും നമ്മളെ ആരെങ്കിലും വഴക്ക് പറയുമ്പോഴും ഒക്കെ നമ്മളിൽ നിന്ന് പൊങ്ങി വരുന്നത് നമ്മളിലുള്ള അഹന്തയും മമതയൊക്കെയാണ്. അപ്പം നമ്മുടെ ഏറ്റവും വലിയ ശത്രുവിനോട് നമുക്ക് സ്നേഹിക്കാൻ നമുക്ക് എപ്പോൾ തോന്നുന്നോ അന്നേ നമ്മളിത് അറിഞ്ഞിട്ടുള്ളൂ, ശാന്തി നമുക്ക് വന്നിട്ടുള്ളൂ. അപ്പം അങ്ങനെ വരുന്ന ഒരു അനുഭവത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. ഏറ്റവും വലിയ ശത്രുവിനെ സ്നേഹിക്കാനും മിണ്ടാനും നോക്കി ചിരിക്കാനും നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുന്ന അവസ്ഥ വരണമെങ്കിൽ ആത്മീയമായ വെളിച്ചമുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ബ്രഹ്മം എന്നത് സകലതിൽ നിറഞ്ഞിരിക്കുന്ന ശക്തിയാണെന്നുള്ള ബേസ്മെന്റ് ഉണ്ടാകണം. അതറിയണമെങ്കിൽ എന്നിലിരിക്കുന്ന ചൈതന്യവും അത് തന്നെയാണെന്ന് അറിയണം. അതെ, അതാണ് മാണ്ഡ്യൂക്യോപനിഷത്ത് പറയുന്നത്, സർവം ഹി ഏതത് ബ്രഹ്മ, അല്ലേ? സർവം ഹി ഏതത് ബ്രഹ്മ, എല്ലാം ബ്രഹ്മം തന്നെ. ഏതത് സർവം ബ്രഹ്മ, അയം ആത്മാ ബ്രഹ്മ, എൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവും ബ്രഹ്മം തന്നെയാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതായത് അന്തര്യാമി രൂപേണ എല്ലാ ജീവികളിലും സാക്ഷിയായി വിളങ്ങുന്ന ആത്മാവ് ബ്രഹ്മം തന്നെയാണ്. തന്നെ അറിഞ്ഞാൽ ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞു എന്ന ഗുരുവാക്യത്തിന്റെ പൊരുൾ ഇതാണ്. അവനവനെ അറിഞ്ഞാൽ ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞു എന്ന ഗുരുവാക്യത്തിന്റെ പൊരുളും അതാണ്. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതം പരിശോധിക്കുമ്പോൾ അറിയാം,
പ്രാരബ്ധം കൊണ്ട് ഓടിയടക്കുന്നവരാ നമ്മൾ, അല്ലെ? പ്രാരബ്ധം എന്ന് വെച്ചാൽ നമ്മുടെ കർമ്മത്തിന്റെ ഫലമായി നമ്മൾ വന്നേക്കുകയാണ് ശരീരത്തിൽ. ആ ശരീരത്തിൽ വന്നേക്കുന്ന പ്രാരബ്ധം അനുവദിക്കുന്നതിനേക്കാൾ കൂടുതൽ ശരീരം അലിഞ്ഞു നടക്കുകയാണ്. അങ്ങനെ അലിഞ്ഞു നടക്കുന്നത് കൊണ്ട് നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനോ ശാന്തിയോടെ ഇരുന്ന് ഇത് അനുഭവിക്കാനോ പറ്റുന്നില്ല. ഇപ്പൊ കുസുമ ചേച്ചി എൻ്റെ മുന്നിൽ ആ വീഡിയോ ഓണാക്കി ഇരിപ്പുണ്ട്. പക്ഷെ ഇരിക്കുമ്പോഴും ഒന്ന് കാല് നിലത്ത് കുത്താനോ അല്ലെങ്കിൽ സ്വയമേവ നടക്കാനോ പരസഹായമില്ലാതെ ഒന്നും ചെയ്യാനോ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുമ്പോൾ പോലും, അത്ര ആ ഒരു ശരീരം കൊണ്ട് തളർന്നിരിക്കുമ്പോൾ പോലും ആത്മീയമായി ഉണർന്നിരുന്നുകൊണ്ട് ഇത് എനിക്ക് കേൾക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതിന് ഇത്തിരി ചെന്ന് അത് ആത്മീയമായ തെളിവ് വന്നുകൊണ്ടാണ്. എത്ര നിരവധിയായ ജീവിത പ്രാരബ്ധങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ ചിരിച്ചുകൊണ്ട് തന്നെ സംസാരിക്കുന്നു, ചിരിച്ചുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്നത്. നടക്കാൻ പറ്റില്ല ചേച്ചിക്ക് ഇപ്പോൾ. ഈ മാസങ്ങൾ കഴിയണം, അല്ലേ? അപ്പോൾ ചേച്ചിയുടെ മുഖത്ത് നോക്കിയപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ടും ഇത് കേൾക്കാൻ ആ കുത്തിപ്പിടിച്ച് കഷ്ടപ്പെട്ടിരുന്നുകൊണ്ട് അത് കേൾക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, പ്രാരബ്ധം അനുവദിക്കുന്നതിനേക്കാൾ ശരീരം അലിഞ്ഞിങ്ങനെ നടക്കുന്നത് കൊണ്ട് നമുക്ക് ലക്ഷ്യത്തിലെത്താനാവുന്നില്ല. മനസ്സ് അടങ്ങിയ ആ ഒരു എന്താ പറയുക, ശാന്തിയാണ്. മനസ്സടങ്ങണം, അപ്പോൾ മാത്രമാണ് ശാന്തി കൈവരുകയുള്ളൂ. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് നമുക്ക് തത്വവിചാരം ഉണ്ടാവണം. തത്വവിചാരം എന്ന് പറഞ്ഞാൽ തത്വം എന്ന് പറഞ്ഞാൽ തന്നെ അത് നീയാണ്, നിന്നിരിക്കുന്ന പൊരുൾ ഈശ്വരനാണ് എന്ന് അറിയണതിനെയാണ് തത്വവിചാരം എന്ന് പറയുക. ആ 4 പ്രധാന മഹാവാക്യങ്ങളാണ് ബ്രഹ്മ ആത്മ ഐക്യം സൂചിപ്പിക്കുന്നതായിട്ട് വേദങ്ങളിൽ പറയുന്നു. ഓരോ വേദത്തിന്റെയും സാരത്തെ ഒരു മഹാവാക്യമായിട്ട് ഗുരുക്കന്മാർ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ 4 മഹാവാക്യങ്ങളുണ്ട്, 4 പ്രധാനപ്പെട്ട മഹാവാക്യങ്ങളുണ്ട്. അതിലെ ആദ്യത്തെ മഹാവാക്യമാണ് പ്രജ്ഞാനം ബ്രഹ്മ. വെറുതെ 4 വേദങ്ങളിലെ സാരമാണ് മഹാവാക്യമായിട്ട് തന്നിരിക്കുന്നത്. അതിൽ ആദ്യത്തെ വേദമാണ് ഋഗ്വേദം. ഋഗ്വേദത്തിന്റെ ഉപനിഷത്താണ് ഐതരേയ ഉപനിഷത്ത്. ഋഗ്വേദത്തിന്റെ ഉപനിഷത്തായ ഐതരേയ ഉപനിഷത്ത് തരുന്ന മഹാവാക്യമാണ് പ്രജ്ഞാനം ബ്രഹ്മ. പ്രജ്ഞ എൻ്റെ ഉള്ളിലിരിക്കുന്നു, അറിവാണ് ഈശ്വരൻ. ഗുരു അറിവാണ് ഈശ്വരൻ എന്ന് കൊലത്തുകരയെ വെച്ച് തന്നിട്ട്, കൊലത്തുകരയിലെയാണ് കുസുമ ചേച്ചി അവിടെ ഇരിക്കുന്നത്. അവരുടെ നാട്ടിൽ വെച്ചിട്ടാണ് പിന്നെ ഗദ്യപ്രാർത്ഥന തന്നത്, അല്ലെ? അറിവാണ് ഈശ്വരൻ എന്ന് പറഞ്ഞ് ഭഗവാൻ വെറുതെ എഴുതി തന്നതല്ലല്ലോ. അറിയുക എന്നുള്ളതാണ്. അറിവാണ് ഈശ്വരൻ. ഗുരുവിന്റെ എപ്പിസ്റ്റമോളജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിവാണ് ഈശ്വരൻ എന്നുള്ളതാണ്. അപ്പോ അത് പറയുന്ന വേദമാണ് ഋഗ്വേദം. ഋഗ്വേദത്തിന്റെ പൊരുള്, ആ ഒരൊറ്റ വേദത്തിന്റെ പൊരുള് പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ളതാണ്. അറിവാണ് ഈശ്വരൻ, അറിവാണ് ബ്രഹ്മം എന്നുള്ളതാണ്. അധികം ഒന്നും പഠിക്കാൻ പോകണ്ട, ഒരൊറ്റ വാക്കിലൂടെ ചുരുക്കി തന്നേക്കുവാണ് പ്രജ്ഞാനം ബ്രഹ്മ. അത് ഏത് വേദത്തിലെയാ? ഋഗ്വേദത്തിലെ. ഏത് ഉപനിഷത്താ? ഐതരേയ ഉപനിഷത്ത്, അല്ലെ? പ്രജ്ഞ എൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ടേ. അപ്പോ അത് നമ്മൾ നേരത്തെ ഇതിന്റെ കൃതിയുടെ തുടക്കം തന്നെ നമ്മൾ പറഞ്ഞു, കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുക, സ്പർശിക്കുക, അല്ലെ? ഇനി മനസ്സുകൊണ്ട് ചിന്തിക്കുക എന്നീ കർമ്മചലനമാണ് നമ്മുടെ ജീവിതം. ഈ അറിവെടുക്കുന്ന 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ്. ഇത് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. അപ്പോൾ ഈ പ്രജ്ഞ, ഈ അറിവ് അഥവാ ബ്രഹ്മം തന്നെയാണ് ഓരോ ഇന്ദ്രിയങ്ങളിലൂടെയും പ്രവർത്തിക്കുന്നത്. നമ്മുടെ കണ്ണിലൂടെ കാഴ്ചയായിട്ട് വരുന്നത് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആത്മചൈതന്യം കണ്ണെന്ന ഉപകരണത്തിലൂടെ എത്തുമ്പോൾ അത് ആ ഏത് വസ്തുവിനെ നമ്മൾ അറിയുന്നോ ആ വസ്തുവിൽ നിന്ന് ഈ ആത്മചൈതന്യമാണ് ആ വസ്തുവിന്റെ രൂപത്തിൽ നമ്മളെ കാണിപ്പിക്കുന്നത്. ബോധമില്ലെങ്കിൽ വസ്തു ഇല്ല എന്ന് നമ്മൾ ആദ്യം അറിയണം. ബോധം കണ്ണിലൂടെ ആ വസ്തുവാകാര രൂപത്തിൽ അത് കാണുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ആ വസ്തുവിന്റെ ബോധം ഉണ്ടാകുന്നത്. അപ്പോൾ രൂപം കാണിച്ചു തന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യമാണ്. ഉപകരണങ്ങൾ 5 ഉണ്ട്. ഉപകരണങ്ങളുടെ ഡ്യൂട്ടിയൊക്കെ വ്യത്യാസമാണ്, പക്ഷേ ചെല്ലുന്ന ചൈതന്യം ഒന്ന് തന്നെയാണ്. 5 ഇന്ദ്രിയങ്ങളിലൂടെയും 5 തരത്തിലാണ് അറിവുകൾ എടുക്കുന്നതെങ്കിലും ഒരേ അറിവ് തന്നെയാണ് 5ആയിട്ട് മാറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യനെ 5 ജീവി എന്ന് വിളിക്കുന്നത്. 5 ജീവി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഒരേ ബ്രഹ്മം തന്നെയാണ്, ഓരോ ഇന്ദ്രിയങ്ങളിലൂടെയും ഒരേ ബ്രഹ്മശക്തി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മൾ
ഗുരു നമ്മളോട് പറഞ്ഞില്ലേ, ആത്മീയമായ ജ്ഞാനം അനുഭവിയാതറിവിയിൽ അഖണ്ഡമാം ചിദ്ഘനം ഇത് മൗനഘനാമൃതാബ്ദി എന്നാ പറഞ്ഞല്ലേ. ഒരു കുറേയൊക്കെ നമുക്ക് ബ്രഹ്മത്തെയൊക്കെ വിശദീകരിച്ചു. നമുക്ക് വേണ്ടി അജ്ഞരായ നമുക്ക് വേണ്ടി പല കൃതികളിലൂടെയും പല വാക്കുകളിലൂടെയും അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് കരുണയോടെ. പക്ഷെ അപ്പോഴും ഗുരു പറയാൻ മറന്നില്ല, അനുഭവിയാതറിവിയിൽ അഖണ്ഡമാം ചിദ്ഘനമിത്. ചിത്ത് ബോധമാണിത്, ഇത് അനുഭവിക്കാതെ അറിയാൻ പറ്റില്ല. ഇത് മൗനഘനാമൃതാബ്ദിയാണ്, മൗനം മുറ്റി നിൽക്കുന്ന അമൃതക്കടലാണ്. വേറെ വാക്കില്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത്. മൗനാനുഭവമാണ്, അതിന് വാക്കുകൊണ്ട് കുറേ. അപ്പൊ അവിടെ ഈ മൗനം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആകെ പഠിച്ചേക്കണം കുറെ നേരം മിണ്ടായിരിക്കുന്നതാണ് മൗനം അല്ലേ, അല്ലേ കുസ്മേച്ചി? മൗനം എന്ന് പറഞ്ഞാൽ വാക്കടക്കിക്കൊണ്ടിരിക്കുക, അതല്ല മൗനം. മൗനം എന്ന് പറഞ്ഞാൽ വാക്കുകൾ അടക്കുന്നത് എന്തിന്റെ മൗനം മാത്രമേ ആയിട്ടുള്ളൂ? നാവിന്റെ മൗനം മാത്രമേ ആയിട്ടുള്ളൂ. കണ്ണുകൾക്ക് മൗനം കൊടുക്കണ്ടേ? അതെങ്ങനെയാ? കണ്ണുകൾക്കുണ്ടൊരു മൗനം. ഈ കാഴ്ചകൾ തേടി 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 പോകുമ്പോൾ അടുത്ത പൈസ ഉണ്ടാക്കി അടുത്തടുത്തേക്ക് പോകണം നമുക്കല്ലേ. ഇങ്ങനെ പോകണം. പോയിട്ട് എന്തെങ്കിലും അവസാനം എന്തെങ്കിലും സുഖം അവശേഷിക്കുന്നുണ്ടോ? അതുമില്ല. കാല് വേദനയും കൈവേദനയും പണനഷ്ടവും ഒക്കെയാണ്. പോയി കാണണം, പക്ഷെ അത് ആസക്തി ആകരുതെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നത് കണ്ണിനൊരു മൗനം വേണം, ചെവിക്കൊരു മൗനമാണ്. വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ കഥ കൊടുക്കാതിരിക്കുക. കാരണം നമുക്ക് ഈ സത്യത്തെ നമ്മൾ അറിയണമെങ്കിൽ നമ്മളുടെ കണ്ണിന് മൗനം വേണം, ചെവിക്ക് മൗനം വേണം. വേണ്ടതും വേണ്ടാത്തതൊക്കെ കാതു കൊടുത്തിരുന്ന് കേട്ട് വിഷമിക്കണ്ട. വെറുതെ ഇരുന്നാലും ഫോൺ എടുത്തു വെച്ച് വിശേഷം അനുഭവിച്ച് നമ്മുടെ ദുഃഖം പോരാതെ അതും കൂടി കേട്ട് ദുഃഖിക്കും അല്ലേ. അപ്പൊ ചെവിക്ക് മൗനം വേണം, നാവിന് മൗനം വേണം, രസത്തിൽ നിന്ന് രസത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു മൗനം വേണം, കണ്ണിന് വേണം, ത്വക്കിന് വേണം അല്ലേ. ഇങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളും മൗനം ശീലിക്കണം. അപ്പോൾ ആ ഒരു മൗനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശീലിച്ചേ പറ്റൂ. അത് നമുക്ക് ആത്മീയമായ അറിവിലേക്ക് ഈ മൗനഘനാമൃതാബ്ദിയെ അറിയാനുള്ള ഒരു 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 സാധനാക്രമം തന്നെയാണ്. അതിന് നാവെന്ന ഇന്ദ്രിയത്തെ അടക്കിയാൽ ഒത്തിരി മൗനം വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ രസവും അവിടെ അടങ്ങും, വാക്കും അടങ്ങും അല്ലേ. 30% നമ്മുടെ സാധന വിജയിച്ചു, നാവിനെ ഒന്ന് അടക്കിയ. ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള സാധനകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. കുറച്ചൊക്കെ അടങ്ങാനുണ്ട്. ഇനി മനസ്സിനടങ്ങണം. മനസ്സടങ്ങണമെങ്കിൽ ചെയ്യേണ്ടത് വേണ്ടാത്ത ചിന്തകളെ എടുത്തിടാതിരിക്കുക, നാമജപങ്ങൾ ശീലമാക്കുക. എപ്പോഴും പറയണ അത്. മനസ്സിനെ അടക്കണമെങ്കിൽ വിചാരങ്ങൾ കയറി വരുമ്പോൾ ഒരു മന്ത്രം, അനേകം മന്ത്രങ്ങളിലൂടെ ഓടി നടക്കലല്ല നാമജപം. ഏതെങ്കിലും ഒരു മന്ത്രം, നമുക്ക് ഇഷ്ടമുള്ള ഒരു മന്ത്രം എടുക്കാം. എപ്പോഴും പറഞ്ഞു തരാറുള്ള ആ ഒരു മന്ത്രം തന്നെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഏകമായിരുന്ന് ശാന്തമായിരുന്നു നമ്മിലേക്ക് ജപിക്കുമ്പോൾ നമുക്കത് അടുക്കള ജോലി ചെയ്യുമ്പോഴാണെങ്കിലും മതി, ജോലി സ്ഥലത്തിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ബുദ്ധി പ്രവർത്തിക്കാതെ നമുക്ക് ഇരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് ബുദ്ധിയെ ഒന്ന് ഏകാഗ്രമാക്കി കുറച്ച് സമയം ചെയ്യാൻ പറ്റും. അങ്ങനെയെങ്കിലൊക്കെ അടക്കാനായിട്ട് ശ്രമിച്ചാൽ പതുക്കെ പതുക്കെ മനസ്സും അടങ്ങും എന്നാണ് പറയുന്നത്. അപ്പോൾ ശരീരമൗനവും വാക്കുമൗനവും അതുപോലെ മനസ്സിന്റെ മൗനം, ഇന്ദ്രിയ മൗനം, ഞാനെന്ന അഹന്തയുടെ മൗനം, മനസ്സും വിചാരമൊക്കെ അടങ്ങി വരുമ്പോൾ തന്നെ ഈ അഹന്ത അടങ്ങും നമ്മുടെ. അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. അപ്പൊ നമ്മൾ 4 മഹാവാക്യങ്ങളിൽ ഒന്ന് മാത്രം പറഞ്ഞു, പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറഞ്ഞു അല്ലെ. അറിവാണ് ഈശ്വരൻ. എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെ എടുക്കുന്ന ആ അറിവ് ഒരേ ആത്മചൈതന്യം തന്നെയാണ്, ഈശ്വരനായ ചൈതന്യമായി ഇന്ദ്രിയങ്ങളിലൂടെ വരുന്നതെന്ന് പറഞ്ഞു. അടുത്തത് വരുന്നതാണ് അഹം ബ്രഹ്മാസ്മി അല്ലെ. അത് യജുർവേദ ഉപനിഷത്തായ ബൃഹദാരണ്യകത്തിലെ മഹാവാക്യാണ്. യജുർവേദത്തിലെ ഋക്ക് ആദ്യം കഴിഞ്ഞു, ഐതരേയം പ്രജ്ഞാനം ബ്രഹ്മ. അത് പഠിച്ചോളണം കേട്ടോ, ഹൃദയസ്ഥമാക്കണം. രണ്ടാമത് വരികയാണ് അറിവാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു. ഞാനും ആ അറിവാണ്, അഹം ബ്രഹ്മാസ്മി, ഞാനും ആ അറിവാകുന്നു അല്ലേ. അപ്പോ യജുർവേദത്തിന്റെ ഉപനിഷത്തായ ബൃഹദാരണ്യകത്തിൽ പറയുന്നു ഞാനും ആ ബ്രഹ്മമാകുന്നു. അതായത് നമ്മൾ അറിയേണ്ടതെന്ന് വെച്ചാൽ മനുഷ്യന്റെ ശരീരം നിർമ്മിച്ചിട്ട് അതിലേക്ക് കടന്നിരിക്കുന്ന ഈശ്വരശക്തി എവിടെയാ ഈശ്വരൻ പ്രതിബിംബിച്ചിരിക്കുന്നത്? ഈശ്വരശക്തി നമ്മളിൽ സ്പന്ദിക്കുന്നത് എവിടെയാ? ഏതിലേക്കാണ് ഈശ്വര ശക്തി സ്പന്ദിച്ചിരിക്കുന്നത്? എപ്പോഴും പറഞ്ഞു തരാറുള്ള ഒരു കാര്യമാണ്.
നമ്മളിൽ ഈശ്വര ചൈതന്യം പ്രതിബിംബിച്ചിരിക്കുന്നത് എവിടെയാ? അതെ അതെ, ബുദ്ധിയിലേക്ക് അല്ലെ, നമ്മുടെ ബുദ്ധിയിലേക്കാണ്. അപ്പോ മനുഷ്യ ശരീരം നിർമ്മിച്ചിട്ട് പരിപൂർണനായ ആ ഭഗവാൻ പരമാത്മാവ് തന്നെ ശരീരത്തിൽ കടന്നിരുന്നു കൊണ്ട് ബുദ്ധിക്ക് പ്രകാശമരളുകയാണ് ആദ്യം ചെയ്തത്. എന്നിട്ട് സാക്ഷിയായി നിന്നുകൊണ്ട് ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയാണ്. ഈശ്വരൻ ബുദ്ധിയിലേക്ക് പ്രതിബിംബിച്ചിട്ട് വെറും സാക്ഷിയായി നിന്നുകൊണ്ട് ബുദ്ധിക്ക് പ്രകാശമരളിക്കൊണ്ട് എല്ലാ വ്യക്തികളിലൂടെയും പ്രകാശിക്കുന്നു. അപ്പോൾ അത് ആ ഞാൻ എന്ന ബോധമാണ് ഈശ്വര ചൈതന്യമായി നമ്മളിൽ പ്രകാശിച്ചിരിക്കുന്ന ജീവൻ. ആ ജീവൻ എപ്പോഴാ ചീത്തയായത്? എപ്പോഴാ ദുഷ്ടനും ക്രൂരനും കൊലയാളിയൊക്കെ ആയത്? എപ്പോഴാ? എല്ലാവരിലും പ്രതിബിംബിച്ച് ബുദ്ധിയിലേക്ക് പ്രതിബിംബിച്ചിരിക്കുന്ന ഈശ്വരാംശമാണ് നാം എന്ന ജീവനെങ്കിൽ എപ്പോഴാണ് ആ ജീവൻ കൊലയാളിയും മാലിന്യമുള്ളവനൊക്കെ ആയി മാറണത്? വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എല്ലാവരും ഈശ്വരന്മാരല്ലേ, എന്നിട്ട് എല്ലാവരും എന്താ ഈ ലോകത്ത് എല്ലാവരും നല്ലതാകാത്തത്? എല്ലാവരും ഇത്ര ദുഷ്ടന്മാരും ചിലർ ഭയങ്കര ശാന്തന്മാരും ഒക്കെ ആണ്. എന്തുകൊണ്ടാണ്? 3 ഗുണങ്ങളുണ്ട്: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. എനിക്ക് തോന്നുന്നത് ഈ തമോ ഗുണമാണ് പ്രതിഫലിക്കുമ്പോഴാണ് മനുഷ്യൻ രാക്ഷസനായി മാറുന്നത്. ഓക്കെ, അസുരനായും. അതായത് സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഒക്കെ നമ്മുടെ പ്രകൃതിയിൽ തന്നെ 3 ഗുണങ്ങളും എല്ലാ വ്യക്തികളിലും ഉണ്ട്. പക്ഷേ നമ്മുടെ മനസ്സ്, എപ്പോഴും പറയുന്നത് പോലെ, നമ്മുടെ മനസ്സ് കൂട്ടിവെച്ചിരിക്കുന്ന വാസനയ്ക്ക് അനുയോജ്യമായിട്ടാണ് നാം എന്ന ജീവൻ വന്നിരിക്കുന്നത്. നമ്മൾ മരിക്കുമ്പോൾ എപ്പോഴും പറയാനുള്ള കാര്യമാണ്, മരിക്കുമ്പോൾ ഉപനിഷത്ത് പറയുന്ന ഒരു ദർശനം, മരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പ്രതിബിംബിച്ചിരിക്കുന്ന ജീവനെ ആ വാസനയ്ക്ക് അനുസരിച്ച് മറ്റൊരു ശരീരത്തിലേക്ക് വാസനയ്ക്ക് അനുസരിച്ച് കൊണ്ടുപോകുന്നത്. അപ്പൊ ആ വാസനയിലേക്ക് ആണ് ഈശ്വര ചൈതന്യം പ്രതിബിംബിക്കുമ്പോഴും ആ വാസനയ്ക്ക് അനുസരിച്ച് മനസ്സ് സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ഈശ്വരാംശത്തെ നമുക്ക് അറിയാൻ സാധിക്കാത്തത്. അതുകൊണ്ടാണ് മനസ്സ് ശുദ്ധമാകിയാലേ ആ ചൈതന്യം തെളിയൂ എന്ന് പറയണത്. ഇത് സാക്ഷിയായി മാത്രമേ അവിടെ പ്രകാശിച്ചുകൊണ്ട് നിൽക്കുകയാണ്, എല്ലാത്തിനും ചൈതന്യമായിക്കൊണ്ട്. അപ്പൊ മനസ്സടങ്ങാതെ ശരീരം പോകരുത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. വാസനകളെ ശുദ്ധമാക്കിക്കൊണ്ട്, മനസ്സിനെ ശുദ്ധമാക്കിക്കൊണ്ട്, സദ്വാസനകളെ വെച്ചുകൊണ്ട് വേണം ഈ ലോക ജീവിത യാത്ര അവസാനിക്കാൻ. അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ ലോകജീവിതം കഷ്ടപ്പാട് കൂടാതെ കടന്നു പോകുകയും ഒടുവിൽ അങ്ങയുടെ പരമപദം പ്രാപിക്കണം എന്ന് ഗുരു പറഞ്ഞു തന്നു. അതുകൊണ്ടാണ് നമ്മുടെ ജീവിത ലക്ഷ്യം അതാണ്. അപ്പോ സകല വ്യക്തികളിലും പ്രകാശിക്കുന്ന ഞാനെന്ന ജീവാംശമാണ് ബ്രഹ്മം. ആ ജീവാംശം മലിനമാകുന്നത് മാലിന്യങ്ങൾ വാസനയോട് ചേരുമ്പോഴാണ്. അപ്പോ ഈ വാസനകൾ അകന്ന മനസ്സും ഈശ്വരനോട് ചേരുമ്പോഴാണ് ഞാൻ ബ്രഹ്മമാണെന്നുള്ള ബോധമുണ്ടാവുന്നത്. അതായത് മാലിന്യങ്ങൾ അകന്ന അഹം ബ്രഹ്മസത്തയായി പ്രകാശിക്കുമ്പോഴാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് കേട്ടോ. അല്ലാത്തവർക്കും ഞാൻ ബ്രഹ്മാണെന്ന് തോന്നില്ല. ഞാൻ രാമനാണ്, കൃഷ്ണനാണ്, എനിക്ക് ഇനി എൻ്റെ ഈ ജന്മത്തിൽ ഒരു 10 പേരോടും കൂടി എനിക്ക് എൻ്റെ പ്രതികാരം തീർക്കാതെ എൻ്റെ ശരീരത്തിൽ നിന്ന് ഞാൻ കടന്നു പോകില്ല. എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ കൊന്നിരിക്കും, അല്ലെ, അല്ലെങ്കിൽ ഞാൻ പ്രതികാരം വീട്ടിയിരിക്കും, അങ്ങനെ പറയുള്ളൂ നമ്മള്. കാരണം നമ്മളിപ്പോ ഈശ്വരാംശമാണെന്ന് അറിയാനുള്ള ഒരു ഇരുട്ട് കൊണ്ട് പറ്റുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? വാസനയ്ക്ക് അനുയോജ്യമായി ഇവിടെ ചരിക്കുകയും സംസാരിക്കുകയും ചെയ്യും. അതാണ് സംഭവിക്കുന്നത്. അപ്പോ വാസനകളകുന്ന മനസ്സാണ് അഹം ബ്രഹ്മാസ്മി എന്ന അനുഭവത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. ഇനി അതിനുശേഷം ചാന്തോക്യ ഉപനിഷത്ത് വരുന്നു. തത്വമസി, അറിവാണ് ഈശ്വരൻ, ഞാനും അറിവാണ്, നീയും അറിവാണ്. നോക്കൂ, തത്വമസി. ചാന്തോക്യ ഉപനിഷത്തിന്റെ ആകവേ എടുത്താൽ അതിന്റെ ബേസിക്, അതിന്റെ മഹാവാക്യം എന്താന്ന് വെച്ചാൽ തത്വമസി, അല്ലെ? എത്രയോ വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുള്ള പദമാണ് തത്വമസി. അപ്പോ ചാന്തോക്യ ഉപനിഷത്ത് പറയുന്നു തത്വമസി എന്ന്. അപ്പൊ നീയും പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് നാമരൂപരഹിതമായിരുന്ന ആ ഈശ്വര സത്തയും ശരീര ഇന്ദ്രിയ മനസ്സുകൾക്ക് അപ്പുറമായിരിക്കുന്ന ഞാൻ എന്ന ജീവസത്തയും ഒന്നാണ് എന്നാണ് തത്വമസിയുടെ അർത്ഥം. പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് നാമരൂപരഹിതമായിരുന്ന ഈശ്വര സത്തയും ശരീര ഇന്ദ്രിയ ബുദ്ധി ദേഹ ഇതിനൊക്കെ അപ്പുറത്തുള്ള ഞാൻ എന്ന ജീവനും
ഒന്നാണ് എന്ന ചിന്തയാണ് തത്വമസി എന്ന വാക്കിൻ്റെ പൊരുൾ. അപ്പം ഏതായാലും നമ്മളുടെ സമയം ഇന്ന് കുറച്ച് കൂടിപ്പോയി. ഇതിൻ്റെ ഒരു കുറച്ച് മഹാവാക്യങ്ങൾ ഒരെണ്ണം കൂടി വിശദീകരിക്കാനുണ്ട്. അത് വിശദീകരിച്ചുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ സൂത്രം അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇപ്പം ഇതിൻ്റെ ഈ സൂത്രത്തിൻ്റെ ആകവേ ഒരു കൺക്ലൂഷനും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ രണ്ടാമത്തെ സൂത്രം എടുക്കാം. ഒന്നാമത്തെ സൂത്രം കുറച്ചുകൂടി പറയാനുണ്ട്. ഇത്രയേ ഉള്ളൂ കണ്ടന്റ്. ഇനി അറിയാൻ ആഗ്രഹിക്കുന്ന ആത്മാവ് ബ്രഹ്മമാണ്. ആ ബ്രഹ്മം എന്നിലും നിന്നിലും സമസ്ത ചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്നു. ഞാനും ആ ബ്രഹ്മം തന്നെ. അതാണ് അതിൻ്റെ അർത്ഥം. അത് ഗുരുവിൻ്റെ കൃതികളിലൂടെയൊക്കെ നമ്മൾ കുറച്ച് സഞ്ചരിച്ചു. അപ്പോൾ കൂടുതൽ ബ്രഹ്മവിദ്യാ പഞ്ചകം ഒന്ന് വിചാരം ചെയ്തുകൊണ്ട് വരിക.